ഓക്കെ. കണ്ടോ, ഹാജറ മാത്രം നല്ല മിടുക്കിയായിട്ട് പറയാണ്ട് തന്നെ വീഡിയോ ഓണാക്കി. ഹാജറയ്ക്ക് എന്റെ വക ഒരു കയ്യടി. ബാക്കി സെക്കൻഡ് എന്താ രണ്ടാമത്തെ ക്ലാസ് തൊട്ട് വീഡിയോ ഓണാക്കാം, പ്രിപ്പയർ ആയി വരാം, മേക്കപ്പ് ഒക്കെ ഇട്ട് ബ്രൂട്ടീഷ്യൻ ഒക്കെ ചെയ്ത് വരാം ആൾക്കാരൊക്കെ. നമുക്ക് തുടങ്ങിയാലോ? എത്ര പേരാണോ തുടങ്ങാം. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ആ, ഷിൻജിത ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി വേറെ ആരാ? കഴിഞ്ഞ ക്ലാസ്സിൽ പുറത്തുനിന്ന് ക്ലാസ് കേട്ട ആയിഷ വന്നിട്ടില്ല. കേട്ടിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ വർക്ക് നിങ്ങൾ ചെയ്തോ? കുറച്ച് അറിയാവുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മതി. എന്നിട്ട് നമുക്കത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർ നമുക്ക് കിട്ടാത്ത ഏതെങ്കിലും ഡിസോർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ റെഫർ ചെയ്തിട്ട് ചെയ്ത എല്ലാവരും ഒന്ന് ഡണ്ണെന്ന് എനിക്ക് ഇതിന്റെ ഇൻബോക്സിൽ ഒന്ന് മെസ്സേജ് അയക്കുമോ? ചെയ്തവർ മാത്രം കേട്ടോ, ചെയ്യാണ്ട് വെറുതെ ഡണ്ണെന്നുള്ള മെസ്സേജ് ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ നമ്മുടെ ആക്ടിവിറ്റി ചെയ്തവരൊന്ന് ഇൻബോക്സിൽ ഡണ്ണെന്ന് ഒന്ന് മെസ്സേജ് അയക്കാൻ പറ്റുമോ? നോക്കട്ടെ ആരൊക്കെ ചെയ്തു. ഹാജർ ചെയ്തിട്ടുണ്ട്. അതിന് എനിക്കറിയാം ഹാജർ ചെയ്തിട്ടുണ്ട്. നോക്കാന്ന് പറഞ്ഞാലും എല്ലാം കിട്ടിയോ? അതെ, എല്ലാം കിട്ടിയോ എന്നുള്ളതല്ല, ചെയ്യാൻ പറഞ്ഞത് ചെയ്തിട്ടുണ്ടോ, അത്രേ ഉള്ള സംഭവം. അതിപ്പോ എല്ലാ ഡിസോർഡറിന്റെ സാധനങ്ങളും നമ്മൾ അറിയാമുള്ള, നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. യൂണിറ്റിൽ നമ്മളിനി ആ ഡിസോർഡേഴ്സ് ഒക്കെ പഠിക്കുന്നേ ഉള്ളൂ. എന്നാലും പറഞ്ഞ കാര്യം ഇത്തിരിയെങ്കിൽ 2 ഡിസോർഡറെങ്കിൽ 2 ഡിസോർഡർ എഴുതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ചെയ്തവര് ചെയ്ത ആ എഴുതിയ സംഭവം ഒന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇട്ടാൽ മതി. ഓക്കെ, ആയിഷ കേറിയല്ലോ. ആയിഷ ആരും എന്താ വീഡിയോ ഓണാക്കാത്തെ? ഈ ആയിഷയാണോ കഴിഞ്ഞ ക്ലാസ്സിൽ പുറത്തായിരുന്നു എന്ന് പറഞ്ഞ ആയിഷ? അല്ല, ഞാൻ ഇതിലില്ലേ, കോഴ്സിലില്ല. ഓക്കെ ഓക്കെ, ഇത് വേറെ ആയിഷ. അത് പറഞ്ഞപ്പോഴാണ് ഈ ക്ലാസ്സിന്റെ ലിങ്കും കൂടെ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ക്ലാസ് തൊട്ടുള്ള ക്ലാസ്സിന്റെ ലിങ്ക് ഈ കോഴ്സ് എടുത്തവർക്ക് മാത്രമുള്ള ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ ഈ ക്ലാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈക്കിൾ ലേണിങ്ങിന്റെ 3rd ഇയർ കോഴ്സിന്റെ പാക്കേജിൽ ജോയിൻ ചെയ്യണം. എന്നാലേ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ലിങ്ക് കിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പഠിപ്പിക്കാൻ. പേര് വിളിക്കണോ ഞാൻ ഇനി ക്ലാസ്സിലെ പോലെ? ഐഷ, കവിത, ഇസ്മായിൽ, ഷബാന എന്നൊക്കെ ഇങ്ങനെ പേര് വിളിക്കണോ വീഡിയോ ഓണാക്കാൻ? ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ഗ്രൂപ്പിൽ ആദ്യമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലെ ഡ്രസ് ഇതിലാണ് ഇരിക്കുന്നത്. വീഡിയോയിൽ വരാത്തത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ചോദിക്കുമ്പോൾ റിപ്ലൈ തരാൻ, അതായത് ഉത്തരം അറിയില്ലെങ്കിലും നമുക്ക് പറയാൻ അറിയാവുന്ന റിപ്ലൈ ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് നല്ല ഇപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. ഇസ്മായിലൊന്ന് മ്യൂട്ട് ചെയ്യോ വോയിസ്? ഓക്കെ.
ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് നിർത്തിയത്? നമ്മൾ അബ്നോർമാലിറ്റിയുടെയും ക്രൈറ്റീരിയകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് ഇന്ന് ഞാൻ 2 ചാപ്റ്റേഴ്സ് തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്ട്രോങ്ലി അത് പ്രിഫർ ചെയ്യുന്നു. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ ഓക്കെ, ക്ലാസ്സിന് വന്നതാണോ കുട്ടി? എല്ലാവർക്കും ക്ലാസ് കേൾക്കാട്ടോ. ഓക്കെ, അപ്പൊ നോർമാലിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഷെൽഡൻ ജെ കോൾച്ചിൻ നോർമാലിറ്റിയുടെ ഒരു 5 ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു നോർമാലിറ്റിയുടെ 5 ക്രൈറ്റീരിയ? ഒന്ന് ഹെൽത്ത്, ഒന്ന് ഐഡിയൽ ആയിരിക്കണം നമ്മൾ, അങ്ങനെയുള്ളവരാണ് നോർമൽ. അതേപോലെ തന്നെ ആവറേജ് ഓഫ് പോപ്പുലേഷൻ എന്താണോ ചെയ്യുന്നത് അതാണ് നോർമൽ, അതിൽ നിന്ന് മാറുന്നവർ അബ്നോർമൽ ആണ്. അതേപോലെ തന്നെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നോർമൽ. അതേപോലെ തന്നെ ഒരു പ്രോസസ്, ആ ഒരു ഇന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഏജിന്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉള്ളതൊക്കെ നോർമലാണ്. ആ ഏജ് ഗ്രൂപ്പിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗം അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അബ്നോർമൽ ആണ്. ഓക്കെ, 1-2 പേരും കൂടെ അങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കിയാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ആരെയും കാണാണ്ടിരിക്കുമ്പോൾ നല്ല ബോറടിയുണ്ട്. ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ സത്യമായിട്ട് ബോറടിക്കുന്നു. ഓക്കെ, അപ്പം നോർമാലിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത്, ഐഡിയൽ, നിങ്ങളും ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഹെൽത്ത്, ഐഡിയൽ, പ്രോസസ്, അതേപോലെ തന്നെ സോഷ്യലി അക്സെപ്റ്റബിൾ. ഇനി അബ്നോർമാലിറ്റി ആവാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ മാലഡാപ്റ്റീവ് ബിഹേവിയർ. നമ്മൾ റെഗുലർലി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഫംഗ്ഷനൊക്കെ ബാധിക്കുന്നു, അതിനൊക്കെ ഹിൻഡർ ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, അങ്ങനെയുള്ളതാണ് മാലഡാപ്റ്റീവ് ബിഹേവിയർ. അങ്ങനെ കാണിക്കുമ്പോൾ അബ്നോർമൽ ആണ്. അതേപോലെ തന്നെ ആവറേജ് ഓഫ് പോപ്പുലേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് സാധാരണ ആൾക്കാർ കാണിക്കുന്ന പോലെ അല്ലാതെ കാണിക്കുമ്പോഴും അതും അബ്നോർമൽ ആണ്. അതേപോലെ തന്നെ കൾച്ചറലി നമ്മൾ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യും, അതും അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അബ്നോർമൽ ആണെന്ന് പറയും. ഓക്കെ, ഇനി ഹിസ്റ്ററി ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ അടുത്തൊരു ക്ലാസ്സിന് നിങ്ങളിത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം ഏത് നടന്നു പിന്നെ ഏത് നടന്നു അങ്ങനെയുള്ളത് ഒരു ടൈം ലൈൻ പോലെ ഞാൻ പറയുന്ന പോയിന്റ്സുകൾ PPT-യിലും ഉണ്ട്. അതിന്റെ ഒപ്പം ഞാൻ കുറച്ച് പോയിന്റും കൂടെ ആഡ് ചെയ്യും. ഇതൊക്കെ നോട്ട് ചെയ്ത് ഒരു ടൈം ലൈൻ, ആദ്യം ഏതുണ്ടായി പിന്നെ ഏതുണ്ടായി എന്നുള്ളത്. പേജ് നമ്പർ 19. അപ്പൊ അങ്ങനെയുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ടൈം ലൈൻ പോലെ ഹിസ്റ്ററിയെ നിങ്ങൾ ഒരു ടൈം ലൈൻ ഉണ്ടാക്കണം. ടാസ്ക് മനസ്സിലായോ? വീഡിയോ ഓൺ ആക്കാനും വോയിസ് ഓൺ ആക്കാനും മടിയുള്ളവര് ഇൻബോക്സിൽ വന്ന് യെസ് നോ എന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഇൻബോക്സ് ആക്റ്റീവ് ആക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാനൊന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു കവിത വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഇങ്ങനെ വീഡിയോ ഓൺ ആക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഹിസ്റ്ററി തുടങ്ങിയാലോ. ഹിസ്റ്ററി നമ്മൾ പറയുമ്പോഴേ നമ്മൾ സൈക്കോളജിയിൽ ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പണ്ടുള്ള എല്ലാത്തിനെയും കോമൺ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. പണ്ട് ഇങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡറുകളൊക്കെ ആൾക്കാർ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിച്ചിരുന്നു അവർക്ക് ബാധ കയറി, ചെകുത്താൻ കയറി, ഡെവിലിനെ കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ ഡെവിൽ കയറി അല്ലെങ്കിൽ ചെകുത്താൻ കയറി എന്നൊക്കെ പറയുന്നതാണ് ഡെമനോളജി. അതേപോലെ തന്നെ ഈ ബാധകളെയൊക്കെ ഒഴിപ്പിക്കുന്നില്ല, ഇങ്ങനെ ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ഇല്ലേ, ഇങ്ങനെ ബാധ ഒഴിപ്പിക്കുന്ന, അതൊക്കെയാണ് എക്സോർസിസം എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആ ഡിസീസ് മാറ്റാൻ അല്ലെങ്കിൽ അവരെ ആ ഒരു അബ്നോർമൽ ബിഹേവിയർ മാറ്റാൻ വേണ്ടി ഇവര് ബാധ ഒഴിപ്പിക്കാനോ അങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെമനോളജിയും എക്സോർസിസവും. അതേപോലെ തന്നെ തല ഓട്ടയാക്കി അതുവഴി ബാധ പുറത്തേക്ക് കളഞ്ഞ് അങ്ങനെ ക്യൂർ ചെയ്യാൻ നോക്കിയിരുന്നു. അതാണ് ട്രിഫിനേഷൻ. എന്താണ് ടേം? ട്രിഫിനേഷൻ. ഓക്കെ, അങ്ങനെയുള്ള സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഈ അബ്നോർമൽ നമ്മുടെ മെന്റൽ ഡിസോർഡറുകളെയൊക്കെ ഒരു സൂപ്പർസ്റ്റീഷൻ അല്ലെങ്കിൽ ബാധ കയറി അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് മാജിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൺസെപ്റ്റ് ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെയാണ് അത് സൊമാറ്റോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ
അബ്നോർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, ബയോളജിക്കലി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കൊക്കെ പതുക്കനെ എത്തി. അതാണ് സൊമാറ്റോജെനിസിസ്. ഹിപ്പോക്രാറ്റിസ് ആണ് ഇങ്ങനെ ഒരു കുറച്ചൊരു റെവല്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതായത് അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചതും അല്ലെങ്കിൽ അതിന്റെ നേച്ചറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതും, ഇങ്ങനെ ബാധ കയറിയതല്ല, അല്ലെങ്കിൽ ഇങ്ങനെ റിലീജിയസ് പരമായിട്ടല്ല അതിനെ കാണണ്ടേ, ബോഡിയുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അതിലെ ജീൻസിന്റെയോ അല്ലെങ്കിൽ ബോഡി പാർട്സിന്റെയോ ഓർഗൻസിന്റെയോ ഹോർമോണിന്റെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്, ന്യൂറോൺസിന്റെയോ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഹിപ്പോക്രാറ്റിസ് പറഞ്ഞത്. ഹിപ്പോക്രാറ്റിസ് ആണ് കോൺഷ്യസ്നസ്, നമ്മുടെ ബ്രെയിനിലാണ് കോൺഷ്യസ്നസ് ഇരിക്കുന്നത്, ബ്രെയിനിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബ്രെയിനിന്റെ കുഴപ്പങ്ങൾ കൊണ്ടൊക്കെയാണ് അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഹിപ്പോക്രാറ്റിസ് ആണ് ആദ്യം. ഓക്കെ. അതേപോലെ തന്നെ 4 വേദങ്ങൾ കേട്ടിട്ടില്ലേ? 4 വേദങ്ങളിൽ അഥർവവേദം, അതേപോലെ ചരക സംഹിത, സുശ്രുത സംഹിത, ഇതിലൊക്കെ നമ്മുടെ ഈ അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ചും അബ്നോർമൽ ബിഹേവിയറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഈ അബ്നോർമൽ ബിഹേവിയർ നമ്മുടെ ഉള്ളിലുള്ള ബോഡിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ എൻവയോൺമെന്റ് ചുറ്റുപാടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത്. അല്ലാതെ ബാധ കയറിയതോ അല്ലെങ്കിൽ ഇങ്ങനെ എക്സോർസിസം, ഡെമനോളജി അല്ലെങ്കിൽ ട്രിഫിനേഷൻ വഴി മാറ്റാൻ അങ്ങനെയൊക്കെ തെറ്റായ കാര്യമാണെന്നൊക്കെ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ചൈനയിലുള്ള ഒരു ആളാണ് ചുങ് ചിങ്. ഓക്കെ, ഒരു വെറൈറ്റി, അല്ലെങ്കിൽ ചൈനയിലുള്ള പേരൊക്കെ ഇങ്ങനെയാ. പുള്ളിയും ഇതേപോലെ ഹിപ്പോക്രാറ്റിസിന്റെ പോലെ തന്നെ അബ്നോർമൽ ബിഹേവിയറിനെ ബോഡിയായിട്ട് കണക്ട് ചെയ്തു, അതേപോലെ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൈനയിലും കൊണ്ടുവന്നതും മെഡിസിൻ ഒക്കെ 2nd സെഞ്ചുറിയിൽ കൊണ്ടുവന്നതും ഈ ഒരു ടൈമിലാണ്. അതേപോലെ തന്നെ ഹിപ്പോക്രാറ്റിസിന്റെ പോലെ തന്നെയാണ് ഈ ചുങ് ചിങ് എന്ന് പറഞ്ഞ ആളും ഹിപ്പോക്രാറ്റിസിന്റെ പോലെ തന്നെ അബ്നോർമൽ ബിഹേവിയർ നമ്മുടെ ബോഡിയുടെ പ്രശ്നങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ചുറ്റുപാടും എൻവയോൺമെന്റിന്റെ കാരണങ്ങൾ കൊണ്ടാണ് മെന്റൽ ഡിസോർഡർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു പുള്ളിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഗാലൻ, ഗ്രീക്ക് ഫിസിഷ്യനായ ഗാലൻ ഇതേപോലെ തന്നെ ഹിപ്പോക്രാറ്റിസിന്റെ പോലെ തന്നെ ഹിപ്പോക്രാറ്റിസിനെ സപ്പോർട്ട് ചെയ്ത് റോമില് മെഡിസിന്റെയും അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയറിന്റെ ഒക്കെ പ്രോഗ്രസീവ് വർക്കുകൾ ഗാലൻ ആണ് കൊണ്ടുവന്നത്. പുള്ളിയും ഇതേപോലെ തന്നെ നമ്മുടെ മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയർ നമ്മുടെ ശരീരത്തിന്റെ കുഴപ്പം കൊണ്ടും അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടറും ഫിസിക്കൽ അങ്ങനെയുള്ള ഫാക്ടർ കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നതെന്നുള്ളതിലേക്കൊക്കെ ആൾക്കാരെ പറഞ്ഞെത്തിച്ചു. അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിൽ നിന്നും കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ട് സൈക്കോളജി അല്ലെങ്കിൽ അബ്നോർമൽ പാത്തോളജി, സൈക്കോപാത്തോളജി ഒക്കെ ഡെവലപ്പായി. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മിഡിൽ ഏജിലേക്ക് വരുന്നത്. മിഡിൽ ഏജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഗ്രീക്ക് ആ ഒരു ഗ്രീക്ക് സ്ഥലത്തൊക്കെ ഗ്രീക്ക് ഏജിൽ അല്ലെങ്കിൽ ഗ്രീക്ക് റീജിയനിലൊക്കെ ഏതാണ്ട് സൈക്കോളജി അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയേഴ്സ് ഒക്കെ സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇതിൽ നിന്നും ഇസ്ലാമിക് വേൾഡ് ഈ ഒരു സയന്റിഫിക് അപ്രോച്ചിനെ അഡാപ്റ്റ് ചെയ്ത് ബാഗ്ദാദും ഡമാസ്കസ് എന്നീ സ്ഥലങ്ങളിലൊക്കെയും ഈ അബ്നോർമൽ ബിഹേവിയർ സയന്റിഫിക് അപ്രോച്ച് അല്ലെങ്കിൽ സയന്റിഫിക് രീതിയിൽ തന്നെയാണ് കണ്ടുതുടങ്ങിയത്. അപ്പോഴും യൂറോപ്പില് നമ്മൾ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ റിലീജിയസ് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് തന്നെയാണ് യൂറോപ്പിൽ സ്റ്റിൽ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു മിഡിൽ ഏജ് പീരീഡിൽ. അപ്പൊ അപ്പോഴും ഡെമനോളജിയും എക്സോർസിസവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അവർ ബിലീവ് ചെയ്തുകൊണ്ടിരുന്നത് അബ്നോർമൽ ബിഹേവിയറിന്റെ കോഴ്സ്. ആ ഒരു സമയത്താണ് അവിടെ പ്ലേഗും ഈ ദാരിദ്ര്യം മറ്റേ കൃഷിയൊന്നും ഇല്ലാണ്ട് പട്ടിണിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് മാസ് മാഡ്നസ് ഉണ്ടായി. മാസ് മാഡ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഒരേ ടൈപ്പുള്ള പല അബ്നോർമൽ ബിഹേവിയേഴ്സ് പല കാര്യങ്ങൾ ഇങ്ങനെ ചാടുക, തുള്ളുക, ചിരിക്കുക അങ്ങനെയുള്ള അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കാണിക്കാൻ തുടങ്ങി. അതിനാണ് മാസ് മാഡ്നസ് എന്ന് പറയാം. മാസ് മാഡ്നസ് ഇതേപോലെ തന്നെ യൂറോപ്പുകാർ ബാധ കൂടിയതാണ്, ചെകുത്താൻ കയറിയതാണ്, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കാണിച്ചതെന്നുള്ള ഒരു സംഭവമായിട്ടാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് ബാഗ്ദാദിലൊക്കെ ഫസ്റ്റ് മെന്റൽ ഹോസ്പിറ്റലും മെന്റൽ ട്രീറ്റ്മെന്റും ഒക്കെ ആ ഒരു സമയത്ത് തുടങ്ങിയിരുന്നു. അപ്പോഴും യൂറോപ്പിലെ എക്സോർസിസവും വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ പ്രേതബാധ കൂടിയതാണ്, ചെകുത്താൻ കൂടിയതാണെന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് അവര് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. 15 to 18 സെഞ്ചുറിയിലാണ് കുറച്ചിങ്ങനെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പം സ്വിസ് ഫിസിഷ്യൻ പാരാസെൽസസ് എന്ന് പറഞ്ഞ സ്വിസ് ഫിസിഷ്യൻ ആണ് മാസ് മാഡ്നസിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് പറഞ്ഞത്. മാസ് മാഡ്നസ് എന്ന് പറഞ്ഞാൽ ബാധ കയറിയതോ ഡെവിലോ അതൊന്നും അല്ല, അതിനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുത്തത് പുള്ളിയാണ്. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ പുള്ളി കൊടുത്തു.
അതേപോലെ തന്നെ ജർമ്മൻ ഫിസിഷ്യൻ ആയിട്ടുള്ള ജൊഹാൻ വെയർ, പുള്ളിയാണ് മോഡേൺ സൈക്കോ പാത്തോളജിയുടെ ഫൗണ്ടർ. പുള്ളി ഓൺ ദ ഡെസൈറ്റസ് ഓഫ് ദ ഡെമോൺസ് എന്ന് പറഞ്ഞ ബുക്കും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഞാൻ PPT മാറ്റാൻ മറന്നു. ഓക്കെ, അപ്പൊ ജോൺ വെയർ എന്ന് പറഞ്ഞ പുള്ളിയാണ് മോഡേൺ സൈക്കോ പാത്തോളജിയുടെ ഫൗണ്ടർ. ഓക്കെ, അപ്പം പുള്ളിയും ഇതേപോലെ പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡായിരുന്നു, മെന്റൽ ഡിസോർഡേഴ്സിനെ ഒക്കെ ഒരു സയന്റിഫിക് അപ്രോച്ചിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ബുച്ചർ ഹൂലെ ആൻഡ് മിനേക്ക 2019 യൂറോപ്പിൽ പതുക്കനെ മെന്റൽ ഇൽനെസിന്റെ ട്രീറ്റ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളും യൂറോപ്പിലേക്ക് പതുക്കനെ സയന്റിഫിക് മെന്റൽ ഡിസോർഡേഴ്സിന് അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയേഴ്സിനൊക്കെ സയന്റിഫിക് അപ്രോച്ച് പതുക്കനെ കൊണ്ടുവന്ന് തുടങ്ങി. മെന്റൽ അസൈലംസ്, ഈ ഭ്രാന്ത ആശുപത്രി എന്ന് പറയുന്ന സംഭവം, മെന്റൽ ഹോസ്പിറ്റൽസ് ഒക്കെ പതുക്കനെ യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. പതുക്കനെ യൂറോപ്പ് ആ ഒരു മിത്ത് അല്ലെങ്കിൽ മാജിക്കിൽ നിന്ന് സയന്റിഫിക് ആ ഒരു പാതയിലോട്ട് വന്നു തുടങ്ങി. ബോറടിക്കുന്നുണ്ടോ ഹിസ്റ്ററി പറയുമ്പോ? വളരെ ബ്രീഫായിട്ട് സർഫസ് കൂടെ ടച്ച് ചെയ്തല്ലേ പോകുന്നത്, മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അങ്ങനെ അപ്പൊ നമ്മള് മെന്റൽ ഹോസ്പിറ്റൽ, മെന്റൽ അസൈലംസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ലണ്ടനിൽ 16th സെഞ്ചുറിയിൽ സെന്റ് മേരി ഓഫ് ബെത്ലഹേം എന്ന് പറഞ്ഞ മെന്റൽ അസൈലം അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം ഈ മെന്റൽ അസൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് ഈ മെന്റൽ ഡിസോർഡർ ഉള്ളവരൊക്കെ അവിടെ കൊണ്ടാക്കി വൃത്തിക്ക് ടേക്ക് കെയർ ചെയ്ത് അവരുടെ ഡിസോർഡേഴ്സ് ഒക്കെ മാറ്റി അവരുടെ അസുഖങ്ങളൊക്കെ കൃത്യമായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അവര് ഇലക്ട്രിക് ഷോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ബ്രൂച്വൽ ആയിട്ടാണ് ഇവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇവരെങ്ങനെ ബാക്കിയുള്ളവർക്ക് കാണിക്കാനും ചങ്ങലക്കിട്ടും ബാക്കിയുള്ളവരെ കാണിച്ചിങ്ങനെ ഷോക്കേസ് ചെയ്യലും പൈസ ഉണ്ടാക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഫിലിപ്പ് പീനൽ എന്ന് പറഞ്ഞ പുള്ളി, ഫ്രാൻസിലുള്ള ഒരു പുള്ളി, മെന്റൽ ഇൽനെസ് ഉള്ളവരെ നമ്മൾ വളരെ സ്നേഹത്തോടെ കൈൻഡ്നെസ്സോടുകൂടി കെയർ ചെയ്യണം, അവരൊരിക്കലും ഇങ്ങനെ ബ്രൂച്വലായിട്ട് ഇങ്ങനെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തോ തല്ലിയോ ഒന്നും ട്രീറ്റ് ചെയ്യരുത്, നല്ല വൃത്തിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള ഒരു സംഭവം പുള്ളിയാണ് പറഞ്ഞു കൊണ്ടുവന്നത്. അങ്ങനെ അവരൊരു ക്രിമിനൽസ് അല്ല, അവരൊരു ബീസ്റ്റ്, ഭൂതങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അവരെ നമ്മൾ വളരെ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടും കൂടെ നമ്മള് സംരക്ഷിക്കണം, ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പുള്ളിയാണ് പറഞ്ഞത്. ഈ ഫ്രാൻസില് നമ്മുടെ ഫിലിപ്പ് പീനൽ എന്ന് പറഞ്ഞ ആള് ഫ്രാൻസിൽ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് ഇതിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വില്യം ടൂക്കെ ഇംഗ്ലണ്ടിലും ഇതേപോലെ ഈ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ പോലെ യോർക്ക് റിട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ഷെൽട്ടർ ഒക്കെ ഉണ്ടാക്കി അതിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ പീനലിന്റെയും ടൂക്കയുടെയും ഈ വർക്ക് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ബെഞ്ചമിൻ റഷ് എന്ന് പറഞ്ഞ ആള് യു എസ് എയില് അമേരിക്കൻ സൈക്യാട്രി കൊണ്ടുവന്നു. അതേപോലെ തന്നെ പേഷ്യൻസിന് മെന്റൽ ഇൽനെസ് ഉള്ള നോർമൽ ബിഹേവിയർ കാണിക്കുന്ന മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളവരെ മോറലി നമ്മൾ അവരെ നോക്കണം. അതായത് അവരുടെ പേഴ്സണലി, അവരുടെ നീഡ്, സോഷ്യലി, പേഴ്സണലി, ഒക്യുപ്പേഷണലി അവരുടെ നീഡ് എന്താണ്, അവരുടെ ബേസിക് സാധനങ്ങൾ എന്താണ്, അവരെ മനുഷ്യനായിട്ട് പരിഗണിച്ച് അവരുടെ നീഡ് എന്താണെന്നുള്ള ഒരു രീതിയിലൊക്കെ അവരെ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ജയിൽ പുള്ളികളുടെ പോലെയോ അല്ലെങ്കിൽ കണ്ട ഭീകര ജന്തുക്കളുടെ പോലെയൊന്നും ട്രീറ്റ് ചെയ്യാണ്ട് അവരെ മോറലി ട്രീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു മൂവ്മെന്റ് ആണ് മോറൽ മാനേജ്മെന്റ്. അങ്ങനെ ഒരു സംഭവം ബെഞ്ചമിൻ റഷ് എന്ന് പറഞ്ഞ ആള് USA കൊണ്ടുവന്നു. ഈ മോറൽ മാനേജ്മെന്റ് കൊണ്ട് ഒരുപാട് പേർക്ക് മെന്റൽ ഡിസോർഡേഴ്സ് മാറുകയും അതേപോലെ തന്നെ കുറെ പേർക്ക് ആശുപത്രിയിൽ ഡിസ്ചാർജ് ആവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. 19th to 20th സെഞ്ചുറിയില് മോറൽ മാനേജ്മെന്റ് അത്യാവശ്യം ആൾക്കാരൊക്കെ അത്യാവശ്യം എല്ലാവരും ഏറ്റെടുത്തും ഒക്കെ ചെയ്തു തുടങ്ങി, അത്യാവശ്യം റിസൾട്ട് ഒക്കെ ഉണ്ടായി തുടങ്ങി. ബട്ട് ബാക്കി ഇവർക്ക് പിന്നാലെ വരുന്നവർക്ക് ഇത് കൈമാറാനോ അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ഐഡിയോളജി ട്രാൻസ്ഫർ ചെയ്യാനോ ബാക്കി ഇവരുടെ ശിഷ്യരായിട്ട് വരുന്നവർക്കൊന്നും ഇത് വീണ്ടും ആ ഒരു മാസിൽ കൊണ്ട് നടക്കാനോ ആ ഒരു എഫക്റ്റീവ്നെസ്സിൽ കൊണ്ട് നടക്കാനോ പറ്റിയില്ല. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെന്റൽ ഡിസോർഡർ ആയിട്ട് വരുന്നത് കൊണ്ട് ഇവർക്ക് ഒരുപാട് വേറെയുള്ള ആൾക്കാരും പല പല കൾച്ചറിൽ നിന്നുള്ളവർ വരുന്നത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും അതേപോലെ തന്നെ അത്രയും ഫെസിലിറ്റീസ് ഇവർക്ക് ഈ മെന്റൽ ഹോസ്പിറ്റലിൽ ഇല്ലാത്തത് കൊണ്ടും
പിന്നെ മെന്റൽ ഡിസോർഡേഴ്സ് ബയോളജിക്കലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ബയോളജിക്കൽ ഫാക്ടറാണ് മെന്റൽ ഡിസോർഡറിന് കാരണം എന്നുള്ള കണ്ടെത്തലൊക്കെ കൊണ്ടും നമ്മുടെ ഈ മോറൽ മാനേജ്മെന്റ് പതുക്കെ ഇല്ലാണ്ടായി തുടങ്ങി. പിന്നെയാണ് നമ്മുടെ ഡൊറോത്തിയ ഡിക്സ് എന്ന് പറഞ്ഞ ആള് വരുന്നത്. പുള്ളി ഒരു സ്കൂൾ ടീച്ചറാണ്. പുള്ളി മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് തുടങ്ങി. മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മെന്റൽ ഹോസ്പിറ്റൽ അത്രയും നീറ്റിലും ക്ലീനിലും കൊണ്ട് നടക്കണം, ഇവർക്ക് അത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഇവർ അത്രയും കെയറിൽ കൊണ്ട് നടക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെയാണ് ഈ മെന്റൽ ഹൈജീൻ മൂവ്മെന്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ മെന്റൽ ഹോസ്പിറ്റൽ അത്യാവശ്യം ഈ മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നടന്നു തുടങ്ങി. ഇവരൊക്കെ നല്ല വൃത്തിയിൽ ട്രീറ്റ് ചെയ്ത് തുടങ്ങി, മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളവരൊക്കെ ട്രീറ്റ് ചെയ്ത് തുടങ്ങി, നല്ല പ്രോപ്പർ കെയറും ഫെസിലിറ്റീസും നല്ല ക്ലീൻ പ്ലേസും ഒക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബുച്ചർ, മിനേക്ക് ആൻഡ് ഹൂലി 2019 ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഞാൻ PPT മാറ്റാൻ മറക്കുന്നുണ്ട് അല്ലേ. 19th to 20th സെഞ്ചുറിയിൽ മോറൽ മാനേജ്മെന്റ് വന്നു. അത് കഴിഞ്ഞ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് ഡൊറോത്തിയ ഡിക്സ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതുക്കനെ ഇത് ഇല്ലാണ്ടായി തുടങ്ങി. പിന്നെ ബുച്ചർ, മിനേക്ക് ആൻഡ് ഹൂലെ ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ മെന്റൽ അസൈലത്തിൽ അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ ഇടേണ്ട ആവശ്യമില്ല. ഇവരെ സാധാരണ ആൾക്കാരായിട്ട് ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ അവരുടെ റെഗുലർ ലൈഫിൽ ഇവരുടെ റുട്ടീന്റെ കൂടെ വിടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെന്റൽ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വേണ്ട എന്നുള്ളതാണ് ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കരുത് എന്നുള്ള സാധനം. അങ്ങനെ ഒരു മൂവ്മെന്റ് ഇവർ കൊണ്ടുവന്നതോടുകൂടി മെന്റൽ അസൈലംസും ഹോസ്പിറ്റൽസും അടച്ചു പൂട്ടി. പതുക്കനെ മെന്റൽ ഡിസോർഡർ ഉള്ളവരും സാധാരണ ആൾക്കാരുടെ കൂടെ ജീവിക്കണം, അവരുടെ നോർമൽ ലൈഫ് ബാക്കിയുള്ളവരുടെ ഒപ്പം, അല്ലാണ്ട് ഇവരിങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇവർക്ക് തന്നെ ഒരു ഏലിയനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ആയിട്ട് നിൽക്കുന്ന ഫീലൊന്നും പാടില്ല, ബാക്കിയുള്ളവരുടെ ഒക്കെ ഒപ്പം തന്നെ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷെ അത് ഒരുപാട് സക്സസ് ആയില്ല. കാരണം ബാക്കിയുള്ളവർക്ക് ഈ ഒരു കൺസെപ്റ്റ് അത്രത്തോളം മനസ്സിലായില്ല. അതായത് ബാക്കിയുള്ളവർ ഇത് അക്സെപ്റ്റ് ചെയ്താലേ ഈ മെന്റൽ ഡിസോർഡർ ഉള്ളവർക്കും ഇവരുടെ ഒപ്പം നിൽക്കാനും ഇവരെ അക്സെപ്റ്റ് ചെയ്യാനും ഇവരെ നോർമൽ സൊസൈറ്റിയിലേക്ക് ഇറക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അവർക്കും കൂടെ ഒരു അവയർനെസ് കൊടുത്താലേ ഇതൊക്കെ നടപടി ആവുള്ളൂ. ബാക്കി സൊസൈറ്റിക്കും മെന്റൽ ഡിസോർഡർ ഉള്ളവരെ മാറ്റി നിർത്തരുത്, ഒപ്പം കൊണ്ടുപോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ സൊസൈറ്റിക്ക് നമ്മളൊരു അവയർനെസ് കൊടുക്കണം. അങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്താലേ ഈ ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഒക്കെ നല്ല പോലെ നടക്കുള്ളൂ. പിന്നീട് 21st സെഞ്ചുറിയിൽ കുറച്ചും കൂടി നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസും പോളിസീസും ഒക്കെ കൂടുതൽ കൊണ്ടുവന്ന് തുടങ്ങി. മെന്റൽ ഡിസോർഡേഴ്സിനെയും അബ്നോർമാലിറ്റീസിനെയും കുറച്ചും കൂടെ നമ്മൾ നല്ല രീതിയിൽ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റുകളും കുറെ പ്രോഗ്രസീവ് അപ്രോച്ച്മെന്റുകളൊക്കെ വന്നിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള കണ്ടംപററി വ്യൂസും കോഴ്സും മെന്റൽ ഡിസോർഡേഴ്സിന്റെ ട്രീറ്റ്മെന്റും അവരെ ഒരു ഏലിയനേറ്റഡ് അല്ലെങ്കിൽ വേറൊരാളായിട്ട് കാണാണ്ട് അവരെ കുറച്ചും കൂടെ നോർമൽ ആയിട്ട് അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യണം, അവർക്കുള്ള ട്രീറ്റ്മെന്റും ഒക്കെ ഈ ഒരു 21st സെഞ്ചുറിയിലൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് നമ്മൾ സൈക്കോപാത്തോളജി അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ഡിസോർഡർ അബ്നോർമൽ ഫീൽഡിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ബ്രീഫ് ഹിസ്റ്ററി പോലെയുള്ള സംഭവം. എല്ലാവർക്കും മനസ്സിലായോ? ഹിസ്റ്ററി മനസ്സിലായോ? അതോ ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ആയോ? എല്ലാം കൂടെ മിക്സ് ആയി പോയോ? മനസ്സിലായുണ്ടോ ഹിസ്റ്ററി? കവിത അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, മനസ്സിലായില്ലെങ്കിലും പറഞ്ഞോളൂ. മനസ്സിലാവുന്നുണ്ട് മാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സഫ യെസ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ഒന്നും ആയിപ്പോയില്ലല്ലോ? ജസ്റ്റ് പോയിന്റുകൾ കിട്ടിയില്ലേ ആ ഒരു ഹിസ്റ്ററിയുടെ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ ഓക്കെ, ഇനി നമ്മള് കുറച്ച് അബ്നോർമൽ ബിഹേവിയേഴ്സിന്റെ കുറച്ച് പേഴ്സ്പെക്റ്റീവുകൾ, അതായത് പല പല വ്യൂകൾ അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡറിനെ പല പല പേഴ്സ്പെക്റ്റീവ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ പെർസ്പെക്റ്റീവ് ആണ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്. ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഡിസോർഡേഴ്സിന്റെ കാരണം നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പ്രശ്നങ്ങളാണ്, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അബ്നോർമൽ ബിഹേവിയേഴ്സിന് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സിന് കാരണം എന്നാണ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. ബയോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ കോസൽ ഫാക്ടേഴ്സ് അണ്ടർലൈങ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസോർഡേഴ്സ്. അതായത് നമ്മുടെ മെന്റൽ ഡിസോർഡേഴ്സിന് കാരണം നമ്മുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ് എന്നുള്ളതാണ്.
ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനറൽ പാരസിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ഇത് സിഫിലിസ് എന്ന് പറയുന്ന ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നമ്മുടെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സിന് ബോഡിയുമായിട്ട് ബന്ധമുണ്ട്, ബോഡി കാരണമാവുന്നുണ്ട്, നമ്മുടെ ഇന്റേണൽ കോസ് കാരണമാവുന്നുണ്ട്, ബ്രെയിനുമായിട്ട് കണക്ഷൻ ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. സൈക്കോപാത്തോളജിയും ബ്രെയിനും മെന്റൽ ഡിസോർഡറും ബ്രെയിനും തമ്മിലുള്ള ആ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പോഴായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു മെന്റൽ ഡിസോർഡറിന് ബ്രെയിനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, കാരണം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ എല്ലാ മെന്റൽ ഡിസോർഡേഴ്സിനും ഇതേപോലെ തന്നെ ഒരു അണ്ടർലൈങ് ഓർഗാനിക് ബേസിസ് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ കാരണമുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ ബയോളജിക്കൽ, അതായത് കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ബയോളജിക്കലി കാരണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ ബയോളജിക്കലി ട്രീറ്റ് ചെയ്യാം, ആ ഒരു അപ്രോച്ചിലേക്ക് പോകും. അങ്ങനെ ബയോളജിക്കൽ ബേസ്ഡ് ട്രീറ്റ്മെന്റ് ടെക്നിക്കും നമ്മൾ പതുക്കനെ കണ്ടെത്തി ആ ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് വഴി. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മുടെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് ജർമ്മൻ സൈക്കാട്രിസ്റ്റ് എമിൽ ക്രെപ്ലിൻ ആണ്. ഓക്കെ, അത് പുള്ളിയുടെ സൈക്കോപാത്തോളജിയിലേക്കുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇനി ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ സ്പീഡ് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നതാണ് മെസ്മറിസം. നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ബയോളജിക്കൽ ബൊച്ചറും മിനേക്കയും ഹൂലിയും ഒക്കെ അത്യാവശ്യം സയന്റിഫിക് ആയിട്ടുള്ള ബയോളജിക്കൽ മെന്റൽ ഡിസോർഡേഴ്സിന്റെ ബയോളജിക്കൽ റീസൺ തപ്പിപ്പോയപ്പം വേറൊരു ഗ്രൂപ്പ് സൈക്കോളജിക്കൽ റീസൺ, മെന്റൽ ഡിസോർഡറിന്റെ സൈക്കോളജിക്കൽ കോഴ്സ് തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം മെന്റൽ ഡിസോർഡേഴ്സ് മൈൻഡിൽ നിന്നാണ്, നമ്മുടെ മൈൻഡിൽ നിന്നാണ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു. സൈക്കോ അനാലിസിസ് ഒക്കെ അതാണല്ലോ പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് കോഴ്സ് ഓഫ് സൈക്കോളജി സൈക്കോ അനാലിസിസ് ഇതൊക്കെ തന്നെയാണല്ലോ പറയുന്നത്. നമ്മുടെ അൺകോൺഷ്യസിൽ ഒരുപാട് നമുക്ക് തീർക്കാത്ത കോൺഫ്ലിക്റ്റുകളും അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അബ്നോർമൽ അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ബിഹേവിയറിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അതാണ് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പം ഈ മെസ്മറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ആന്റൺ മെസ്മർ എന്ന് പറഞ്ഞ പുള്ളിയുടെ നെയിം നിന്നാണ് മെസ്മറിസം വന്നത്. ഈ മെസ്മറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആൾക്കാരുടെ ശരീരത്തിലും ഒരു യൂണിവേഴ്സൽ മാഗ്നറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്. ഇത് പ്ലാനറ്റുകളില്ലേ, നമ്മുടെ എർത്ത്, വീനസ്, മാർസ്, ഇങ്ങനെ പ്ലാനറ്റുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ മാഗ്നറ്റിക് ഫ്ലൂയിഡിനെ. അതുവഴി നമ്മുടെ ഹെൽത്തും ഡിസീസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും പ്ലാനറ്റ്സ്. അതേപോലെ തന്നെ ഓരോരോ മനുഷ്യർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനോ പറ്റും. ബിക്കോസ് നമുക്ക് മാഗ്നറ്റിക് ആ ഒരു ഫോഴ്സ് ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ പല പല ഡിസീസുകളും ക്യൂർ ചെയ്യാനും മെന്റൽ ഡിസീസുകളൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മെസ്മറിസം. ഓക്കെ, ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു മാഗ്നറ്റിക് ഫ്ലൂയിഡ് ഉണ്ട് വിച്ച് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ഓർ അഫക്റ്റഡ് ബൈ പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യാനും അഫക്ട് ചെയ്യാനും പറ്റും. ഈ മാഗ്നറ്റിക് ഫ്ലൂയിഡ് ആണ് നമ്മുടെ ഹെൽത്തും ഡിസീസ് വരണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ മെന്റൽ, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്താലോ അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്താലോ നമുക്ക് നമ്മുടെ മെന്റൽ ഡിസോർഡേഴ്സിനെ ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മെസ്മറിസം. ഓക്കെ, മെസ്മറിസം ഹിപ്നോസിസും ഹിസ്റ്റീരിയ ഒക്കെ ഹിപ്നോസിസ് ട്രൈ ചെയ്തിട്ടുണ്ട്, ഹിസ്റ്റീരിയ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും മെസ്മറിസം നാൻസി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നാൻസി സ്കൂൾ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ടും ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്തത്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് ഇവരെ ബാക്കിയുള്ള എൻവയോൺമെന്റിലുള്ളതെന്നൊക്കെ ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ പറയുന്ന ആ ഒരു സജഷനിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു വർത്താനത്തിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ടോക്കിലൂടെ അവരെ കൊണ്ടുപോവുക, അതിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുക. ഏതാണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഹിപ്നോട്ടിസം പോലത്തെ സംഭവം. ഓക്കെ, നാൻസി സ്കൂൾ എന്ന് പറയുമ്പോൾ ലിയാബെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് ഫിസിഷ്യൻ ആണ് നാൻസി സ്കൂളിൽ സക്സസ്ഫുള്ളി ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്തത്. അതേപോലെ തന്നെ ലിയാബോൾസും ബെർൺഹെയിമും ഹിപ്നോട്ടിസം ഹിസ്റ്റീരിയയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് റിലേഷൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നാൻസി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ലിയോ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് ഫിസിഷ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. മെസ്മറിസം പറഞ്ഞിട്ടുള്ള ഹിപ്നോസിസ് പക്ഷെ ശരിക്കും പ്രാക്ടീസ് ചെയ്തതും ട്രൈ ചെയ്തതും ഹിപ്നോസിസ് സക്സസ്ഫുള്ളി പ്രാക്ടീസ് ചെയ്തതൊക്കെ ഈ നാൻസി സ്കൂൾ ആണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, പിന്നെ സൈക്കോഅനാലിറ്റിക് വ്യൂ നിങ്ങൾക്ക് അത്യാവശ്യം അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെ? നിങ്ങൾ 3rd ഇയേഴ്സ് ആണല്ലോ. അപ്പം സൈക്കോഅനാലിറ്റിക് വ്യൂ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്, ഫ്രൂയിഡിന്റെ സൈക്കോ അനാലിസിസ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്രൂയിഡ് നമ്മുടെ ഈ നാൻസി സ്കൂളിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ച് ഹിപ്നോസിസ് എന്നുള്ള ഐഡിയ കണ്ടുപിടിച്ച് പിന്നെ തിരിച്ചു വന്ന്
ബ്രൂയറിന്റെ ഒപ്പം ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്തു. പുള്ളിയാണ് ഇങ്ങനെ കെത്താർസിസ്, അതായത് നമ്മളിങ്ങനെ ടോക്ക് തെറാപ്പി ഇല്ലേ, നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് വെന്റ് ഔട്ട് ആയിട്ട് നമുക്ക് റിലീഫ് കിട്ടുന്നുള്ള ഒരു കൺസെപ്റ്റ് ഫ്രൂയിഡും ബ്രൂയറും കൂടെ ഈ നാൻസി സ്കൂൾ ഓഫ് സൈക്കോളജി, നാൻസി സ്കൂളിൽ നിന്ന് ഹിപ്നോസിസും ഒക്കെ കണ്ട് അങ്ങനെ കിട്ടിയ ഒരു ഐഡിയ ആണ് കെത്താർസിസ്. ഓക്കെ, ഈ ടേം ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കെത്താർസിസ് ഒക്കെ നമ്മളിങ്ങനെ ടോക്ക് തെറാപ്പി, അതായത് നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാന്നുള്ളൊരു സാധനം. അതേപോലെ തന്നെ അതിന്റെ പിന്നാലെയാണ് ഫ്രീ അസോസിയേഷനും ഡ്രീം അനാലിസിസും. നമ്മുടെ ഡ്രീം അനലൈസ്, നമ്മുടെ കാണുന്ന ഡ്രീം അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് എന്താണ്, അൺകോൺഷ്യസിൽ ക്ലിയർ ആയി കിടക്കാത്ത എന്തൊക്കെയാണുള്ളത്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും, അതേപോലെ തന്നെ ഒരു വേർഡ് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കണക്ട് ആയി വരുന്നത്. ഇപ്പം പൂവ് എന്ന് പറയുമ്പോൾ ഏത് പൂവാണ് വരുന്നത്, മനസ്സിൽ വരുന്ന അപ്പുള്ള സാധനം അങ്ങ് പറയാന്നുള്ളതൊക്കെയാണ് ഫ്രീ അസോസിയേഷൻ. ഇതെന്നൊക്കെയാണ് നമ്മുടെ അൺകോൺഷ്യസ്ലി കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഫ്രൂയിഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ. പക്ഷെ സൈക്കോ അനാലിസിസിന് ക്രിറ്റിസിസം ആയിട്ട്, അല്ലെങ്കിൽ അതൊരു സയന്റിഫിക് അപ്രോച്ച് അല്ല, അല്ലെങ്കിൽ ഇതിന് സയന്റിഫിക് അപ്രോച്ച് ഇല്ല എന്ന് പറഞ്ഞൊരു ക്രിറ്റിസിസം വന്നത് 1879 വില്യം വൂണ്ട് ഫസ്റ്റ് ലാബ് ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി യൂണിവേഴ്സിറ്റി ഓഫ് ലെപ്സിഗിൽ തുടങ്ങിയപ്പോഴാണ് സൈക്കോ അനാലിസിസിന് ഫസ്റ്റ് അടി വന്നത്. ഓക്കെ, പിന്നെ പതുക്കനെ കെച്ചയിലും USA ലാബ് ഉണ്ടാക്കി. അതേപോലെ തന്നെ വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള വിറ്റ്മർ അമേരിക്കൻ സൈക്കോളജിക്കൽ ക്ലിനിക്കൊക്കെ തുടങ്ങി പെൻസിൽവേനിയയില്. ഓക്കെ, ഇത്ര ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത്രയും ഡീപ്പായിട്ട് പോണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ഇപ്പം നമ്മൾ പറഞ്ഞ ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ആയാലും സൈക്കോഅനാലിറ്റിക് പെർസ്പെക്റ്റീവ്, ഇപ്പം ബയോളജിക്കൽ പെർസ്പെക്റ്റീവും അബ്നോർമൽ ബിഹേവിയറിനെ ബയോളജിക്കലി കാണും. സൈക്കോഅനാലിറ്റിക് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്ലി, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും കിടക്കുന്നത്. അബ്നോർമൽ ബിഹേവിയറിന് ഇതാണ് കാരണം എന്നുള്ളതാണ്. ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് പറയുന്നത് കാണാൻ പറ്റുന്ന, ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, കൃത്യമായി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന, നോട്ട് ചെയ്യാൻ പറ്റുന്ന, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് മാറ്റർ ആണ് സൈക്കോളജിയുടെ ബേസിസ്. അതാണ് ബിഹേവിയർ. ആ ബിഹേവിയറിന്റെ ബേസിസിൽ വേണം സൈക്കോളജി അല്ലെങ്കിൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് പറയാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബിഹേവിയറൽ പെർസ്പെക്റ്റീവില്. ഓക്കെ, ബിഹേവിയറിസത്തിൽ ഉള്ള കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് ഇൻബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ നിങ്ങൾക്ക്? 3 ടൈപ്പ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്, അതേപോലെ തന്നെ ഒബ്സർവേഷണൽ ലേണിംഗ്, അങ്ങനത്തെ 3 കൺസെപ്റ്റ് അറിയോ നിങ്ങൾക്ക്? എല്ലാരും പോയോ എന്റെ ഹിസ്റ്ററി ക്ലാസ് കേട്ടിട്ട്? ഷിംജിത് വീഡിയോ ഓഫാക്കി പോയോ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കണോ ഇത്? ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേര് വന്നിട്ടേ ഓക്കെ. എന്ത് ഇത്ര അടിപൊളി ക്ലാസ് ആണോ ബാക്കിയുള്ളവരൊക്കെ കേൾക്കാൻ വരുന്നത്? ഓക്കെ, അപ്പൊ ബിഹേവിയറൽ പെർസ്പെക്റ്റീവില് ഹാജറ പിന്നെ വന്നില്ലല്ലോ, ഹാജറ പോയോ? ഓക്കെ, ബാക്കിയുള്ളവർക്കും വീഡിയോ ഓൺ ആക്കാം കേട്ടോ. ഷബാനയ്ക്കും 2 ഷബാന ഉണ്ടോ? എന്നാ 2 ഷബാനയ്ക്കും സഫയ്ക്കും ഒക്കെ വീഡിയോ ഓൺ ആക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്ത് വരണം, പൗഡറും ബ്രൂട്ടിഷനും ഒക്കെ ചെയ്ത് വന്നോളോ, ഇനി വീഡിയോ ഓൺ ആക്കാൻ ഇനി അതിന്റെ മടിയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടി വന്നാലും കുഴപ്പമില്ല. ഓക്കെ, ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ അതായത് നമ്മളെ കണ്ടീഷൻ ചെയ്ത, അല്ലെങ്കിൽ ഇപ്പം ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ഇല്ലേ, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റിൽ ആ കുട്ടി കണ്ടിട്ടാണ് ആ കുട്ടിക്ക് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അറിയില്ലെങ്കിലും അറിയുന്നുണ്ടെങ്കിലും ഒന്ന് ഇൻബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടുവോ? അറിയില്ലെങ്കിൽ എനിക്കത് പറയാം, അല്ലെങ്കിൽ വേഗം സ്പീഡിൽ പറഞ്ഞു പോലോ. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് അറിയില്ലേ? അറിയൂ. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട് എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഒരു വെള്ള കൂടെയുള്ള ഒരു റാറ്റിനെ കാണിച്ചു. ആ കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഭയങ്കര പേടിക്കുന്ന ഒരു ഒച്ചയും കൂടെ സൗണ്ടും കൂടെ വെച്ചു. അപ്പൊ ഈ കുട്ടി കുറെ പ്രാവശ്യം അങ്ങനെ കാണിച്ചത് വഴി ഈ സൗണ്ടിന്റെ പേടി കാരണം ഈ വൈറ്റ് ഫെറിയുള്ള അല്ലെങ്കിൽ ആ റാറ്റിനെ കാണുമ്പോൾ കുട്ടി പേടിച്ചു തുടങ്ങി.
പിന്നെ ആ കുട്ടി അത് എല്ലാത്തിലേക്കും ജനറലൈസ് ചെയ്യാൻ തുടങ്ങി. വെള്ള കൂടെയുള്ള എന്തിനു കണ്ടാലും പേടിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഫോബിയ ഉണ്ടാകുന്നത്. ഇതാണ് ഫോബിയയുടെ ബേസ് വരുന്നത്. അപ്പൊ നമുക്ക് കണ്ടീഷൻ ചെയ്ത് ഫോബിയ ഉണ്ടാക്കാനും ഫോബിയ മാറ്റാനും പറ്റും. ഇതാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ഓഫ് അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ. അതായത് നമ്മൾ ഈ ബിഹേവിയറൽ സാധനത്തിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ട് മെന്റൽ ഡിസോർഡറിനെ അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നറിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ്, നമ്മൾ റിവാർഡ് കൊടുക്കുമ്പോൾ ആ ഒരു ബിഹേവിയർ കൂടും, പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ആ ബിഹേവിയർ കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളും മെന്റൽ ഡിസോർഡേഴ്സിന് അബ്നോർമാലിറ്റിയിലേക്ക് ലെഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴാണ് അതാണ് നമ്മുടെ ഹ്യൂമനെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഹ്യൂമനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഫ്രീ വില്ലിന് നമുക്ക് എന്താവണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ക്രിയേറ്റിവിറ്റി, വാല്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളും ഹ്യൂമനെ ഒരു പോസിറ്റീവ് വേയിൽ, അത്രയും ഒരു പോസിറ്റീവ് വേയിൽ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ്. മാസ്ലോയുടെയും കാൾ റോജേഴ്സിന്റെയും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, ആ ഒരു സ്കിൽഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോയിന്റ്, എല്ലാം തികഞ്ഞു നിൽക്കുന്ന ആ ഒരു സെൽഫ് ആക്ച്വലൈസ്ഡ് പോയിന്റ്, ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത ആ ഒരു പോയിന്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ബയോളജിക്കൽ, സൈക്കോ അനലിറ്റിക്കൽ, ബിഹേവിയറൽ, ഹ്യൂമനിസ്റ്റിക് 4 പെർസ്പെക്റ്റീവ് ഓഫ് അബ്നോർമൽ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? അതോ അതങ്ങ് പൊക്കോട്ടെ ആ വണ്ടി എന്നുള്ള രീതിയിൽ മിണ്ടാണ്ടിരിക്കുകയാണ് എല്ലാരും. നോട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ? നോട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ? ലെക്ചർ നോട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്താ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ലെക്ചർ നോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? വീട്ടില് പണിയുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ വന്നു, കുട്ടികളുടെ ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഹോംവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി നെക്സ്റ്റ് ക്ലാസ് ചിലപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, നിങ്ങൾക്ക് അത്യാവശ്യം ടൈം കിട്ടും. അപ്പൊ ഞാൻ ഇന്നെടുത്ത 2 ചാപ്റ്റേഴ്സിന്റെ ഒരു ലെക്ചർ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. എനിക്ക് ഉപകാരമൊന്നുമില്ല, എനിക്ക് വലിയ ഒന്നും കിട്ടാനില്ല. കുഞ്ഞു പിള്ളേരോട് പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല, ഞാനിപ്പോ PG ഒക്കെ കഴിഞ്ഞിരിക്കുക, എനിക്ക് ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ അതൊക്കെ പാസ്സായി, അങ്ങനെ പറഞ്ഞ് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യണോ? നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഏതാണെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്തോളൂ. എങ്കിലും ലെക്ചർ നോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പം ഷിംജിതയ്ക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പം നേരെ ചെന്ന് കടലോളം കിടക്കുന്ന ഡിസോർഡറിൽ എവിടെ പോയി തപ്പണം എന്ന് അറിയില്ല. അപ്പം ഇന്ന പാറ്റേൺ അല്ലെങ്കിൽ ഒരേപോലത്തതുകളെ ഒരുമിച്ച ഒരേപോലത്തെ പാറ്റേൺ, ഇപ്പം OCDയും ബോഡി ഡിസ്മോർഫിക്കും, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ OCDയും ബോഡി ഡിസ്മോർഫിക്കും, അങ്ങനെ ഒരേപോലത്തെ ഡിസോർഡറുകളൊക്കെ ഒരുമിച്ചാക്കുമ്പോൾ നമുക്കിപ്പം ഡോക്ടേഴ്സിനാണെങ്കിലും നമുക്കാണെങ്കിലും ആ മാനുവലിൽ ചെന്ന് നോക്കുമ്പോൾ ഫോബിയകളൊക്കെ ഇവിടെ കിടക്കണേ, അപ്പൊ അതിലായിരിക്കും ഈ ആങ്സൈറ്റി വരിക, അല്ലെങ്കിൽ സ്പെസിഫിക് ഫോബിയ ഇന്നതിന്റെ അണ്ടറിലാണ് വരിക. അങ്ങനെ നമുക്ക് നോക്കാൻ എളുപ്പവും അല്ലെങ്കിൽ നമുക്ക് അസസ് ചെയ്യാൻ എളുപ്പം. ഇങ്ങനെ കടല് പോലെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് തപ്പിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? മറിച്ച് എല്ലാം അടുക്കി പറക്കി വെക്കുകയാണെങ്കിൽ കത്തി ഇവിടെ ഉണ്ട്, തക്കാളി ഇവിടെയാണ്, പേന ഇവിടെയാണ്, ടവൽ എവിടെയാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അതേപോലെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും നമ്മൾ വൃത്തിക്ക് ക്ലാസിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ചെന്ന് നോക്കുമ്പോൾ ഏത് ഡിസോർഡർ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നമുക്ക് അസസ് ചെയ്യാനും അപ്രോച്ച് ചെയ്യാനും എളുപ്പത്തിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസോർഡറിന്റെ നേച്ചർ മനസ്സിലാക്കുക. ഒരു ഇന്ന സിംറ്റംസ് കാണിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഈ ഡിസോർഡർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത് ആ ഡിസോർഡറിന്റെ നേച്ചർ മനസ്സിലാക്കാനാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ ബെനിഫിറ്റ്സ് എന്താ? കൃത്യമായിട്ട് നമുക്ക് ഓരോരോ ഡിസോർഡേഴ്സിന്റെയും ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് എവിടെയൊക്കെയാണ് കിടക്കണേ, കൃത്യമായിട്ട് ഒരു അടുക്കും ചിട്ട. വീട് അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഡിസോർഡേഴ്സും അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. അത്രേ ഉള്ളൂ.
അതേപോലെ തന്നെ ഒരേ പാറ്റേൺ, സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവാം കോസും ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ ഇതിൽ എളുപ്പമാണ്. അതേപോലെ തന്നെ എനിക്ക് ഏത് അസുഖമാണോ ഈശ്വര എന്നിങ്ങനെ ആലോചിച്ച് നമ്മളിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്ക് അതിൽ ഏതൊക്കെ ഡിസോർഡർ ആണ് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷെ ഇതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിസോർഡേഴ്സിന്റെയും പല സിംറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് കിടക്കും. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊമോർബിഡിറ്റി, ഓരോ അസുഖത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള വേറെ ഡിസോർഡേഴ്സ്, അതാണ് കൊമോർബിഡിറ്റി. അങ്ങനെ ഓവർലാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസ്, ഇത് എല്ലാവരും ഉപയോഗിക്കുമ്പോൾ കേരളത്തിലുള്ള പോലെ ആയിരിക്കില്ല അങ്ങ് അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ കിടക്കുന്നവർക്ക് ഉണ്ടാവുക. കുറെ വ്യത്യാസങ്ങളുണ്ടാവും, കൾച്ചറൽ ഡിഫറൻസും ഇൻഡിവിജ്വൽ ഡിഫറൻസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്ന ആ ഒരു ലേബലിംഗ്, അവന് ഭ്രാന്താണ് അല്ലെങ്കിൽ അവന് ഇന്ന അസുഖമാണ്, അങ്ങനെയൊക്കെയുള്ള ലേബലിങ്ങും സ്റ്റിഗ്മയും ഒക്കെ ഉണ്ടാവും. അതും ഇതിന്റെ ഒരു ചാലഞ്ചാണ്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന 2 ക്ലാസിഫിക്കേഷൻ ആണ്, ഒന്ന് DSM-ഉം ഒന്ന് ICD. ഓക്കെ, ജർമ്മൻ സൈക്കാട്രിസ്റ്റ് എമിൽ ക്രെപ്ലിൻ ആണ് ആദ്യമായിട്ട്. പറയണതൊന്ന് വായിക്കാമോ? എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വായിച്ചാൽ മതി. മനസ്സിലായില്ല. ഞാൻ ഇഗ്നോർഡ് ടെക്സ്റ്റ് ആണ് വായിക്കുന്നത്. മലയാളത്തിൽ പറയുന്ന പോയിന്റ് ഇല്ല, അതൊന്ന് ഇംഗ്ലീഷ് വായിച്ചത് എവിടെയാന്ന് അറിയാമോ? ഞാൻ ഇപ്പൊ 31ാമത്തെ പേജിലാണ് നിൽക്കുന്നത് ഇഗ്നോലെ. പറയുന്ന പോയിന്റ് മാത്രം ജസ്റ്റ് വായിച്ചാൽ മതി. എവിടെ ഇത് കുറെ ഉള്ളതുകൊണ്ട് എവിടെയാന്ന് മനസ്സിലാവുന്നില്ല പറയുന്നത്. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് PPT-യിലുള്ള പോയിന്റാ. PPT കാണുന്നില്ലേ, ബെനിഫിറ്റ്സും ചാലഞ്ചസും? അത് ഞാൻ PPT-യിലാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന് ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് ജർമ്മൻ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള എമിൽ ക്രെപ്ലിൻ ആണ്. പുള്ളിയാണ് ആദ്യമായിട്ട് മെന്റൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്തത്. പിന്നെ അതിന്റെ ബേസിസിലാണ് ഇപ്പോഴത്തെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നടന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ള 2 ക്ലാസിഫിക്കേഷൻ ആണ് DSM-ഉം ICD. ഓക്കെ, DSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ബേസ്ഡ് ആയിട്ടുണ്ടായ ഒരു സംഭവമാണ്. USA-യിലാണ് അത് മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത്. ഈ DSM-ല് AP ആണ് ഇത് ഉണ്ടാക്കിയത്, DSM ഉണ്ടാക്കിയത്. USA-യിലാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, DSM-ല് ഫുൾ മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചായിരിക്കും ഉണ്ടാവുക. ഇനി ICD എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ് ആണ്. അത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഉണ്ടാക്കിയത്. അതാണ് വേൾഡ് വൈഡ് ഒരുവിധം ആൾക്കാർ ഉപയോഗിക്കുക. സൈക്കാട്രിസ്റ്റുകളും ക്ലിനീഷ്യൻസും സൈക്കോളജിസ്റ്റുകളും മെയിൻ ആയിട്ടും അതാണ് ഉപയോഗിക്കുക. ICD ആണ് കുറച്ചും കൂടി. ICD-യിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്രമേ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളൂ. ബാക്കി എല്ലാ ഡിസോർഡേഴ്സും ഈ ICD-യിൽ ഉണ്ട്. അപ്പം ഫസ്റ്റ് ഒരു ചാപ്റ്ററിൽ മാത്രമാണ് നമ്മുടെ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളത്. DSM-ൽ പക്ഷെ ഫുൾ നമ്മുടെ മെന്റൽ ഡിസോർഡേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പോലെ പറയുമ്പോൾ ഇപ്പം DSM-5 ആണ് നമ്മൾ കറന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ICD 11 ആണ് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിലവിലുള്ള നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ടുള്ളത് DSM-5 ICD 11 ആണ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? DSM-ൽ ഫുൾ നമ്മുടെ മെന്റൽ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാവുക. ICD-യിൽ ഫസ്റ്റ് ഒരു ചാപ്റ്ററിൽ മാത്രമാണ് നമ്മുടെ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളത്. ബാക്കി ഉള്ള ഡിസോർഡേഴ്സും ഒക്കെയാണ് അതിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ കവർ ചെയ്തതെന്ന് സ്പീഡിൽ ആർക്കാ പറയാൻ പറ്റുക? അതായത് മൊത്തമല്ല, ടോപ്പിക്കുകൾ. ഇപ്പൊ നമ്മള് അബ്നോർമാലിറ്റിയുടെയും നോർമാലിറ്റിയുടെയും ക്രൈറ്റീരിയ പറഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞു, പിന്നെ ബയോളജിക്കൽ, സൈക്കോ അനാലിറ്റിക്, ബിഹേവിയറിസം, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് പറഞ്ഞു, പിന്നെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു, ICD DSM പറഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഒരു ട്രെയിൻ പോയി കഴിഞ്ഞ പോലെ ഉണ്ടോ? പെയ്ത് തോർന്ന പോലെ ഉണ്ടോ?
അത്രയ്ക്ക് സ്പീഡ് ഉണ്ടോ? സ്പീഡ് ഉണ്ട്, വല്ലാണ്ട് സ്പീഡ് ഉണ്ടോ? ഷിംജിതയുടെ മുഖത്തുനിന്നൊക്കെ എനിക്ക് നോട്ട്സ് എഴുതാൻ പറ്റുന്നില്ല, കുറച്ച് സ്പീഡാ. ആണോ? ഓക്കെ ഓക്കെ. ആ, എല്ലാരും എഴുതുന്നോന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം സ്പീഡാ എന്റെ ക്ലാസ്സിൽ. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അത്രയ്ക്ക് സ്പീഡാണോ? ഓക്കെ. PPT ഷെയർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, എനിക്കറിയില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റ് നോട്ട് ചെയ്തിട്ട് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്, വേറെ പുറത്തൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഗ്നോയുടെ ടെക്സ്റ്റിലെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. ഓക്കെ, കുറച്ച് ഞാൻ സ്പീഡ് കുറയ്ക്കാം, പേടിക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരുവിധം ഹിസ്റ്ററി ജസ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനം മൈൻഡിൽ വെച്ചിട്ട് ടെക്സ്റ്റ് വായിച്ചാൽ മതി. അതിൽ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടേ പോയിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ടൈം ലൈൻ ഉണ്ടാക്കണം, മറ്റേ ക്രോണോളജിക്കൽ ഓർഡറിൽ ടൈം ലൈൻ ഉണ്ടാക്കണം. ഓക്കെ, ജസ്റ്റ് ബേസിക് സാധനങ്ങൾ മനസ്സിലായില്ലേ? 4 പെർസ്പെക്റ്റീവ് ആയാലും ക്ലാസിഫിക്കേഷൻ ആയാലും മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പൊക്കോട്ടെ, അതോ എല്ലാവരും ക്ഷീണിച്ച് തളർന്നോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കയറി പറയണം, അല്ലെങ്കിൽ ഞാൻ മറന്നു. ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഒന്ന് ഇൻബോക്സിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ കൊള്ളാമായിരുന്നു. ഷിംജിതയും കവിതയും ഇസ്മയിലും എനിക്ക് കാണാനുണ്ട് ഇവിടെ. ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ ഒന്ന് മെസ്സേജ് ഇടാമോ? നിങ്ങൾ ഇൻബോക്സ് ഒക്കെ സഫ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് കണ്ടേ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണമെങ്കിൽ 2 ശബാനമാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയൂ. ശബാന, ഞാൻ വല്ലാണ്ട് സ്പീഡിലാണോ പോകുന്നേ? ചെറുതായിട്ട് സ്പീഡ് ഉണ്ട് മാം. എനിക്ക് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു തരും. ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഡിസോർഡേഴ്സ് നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. അല്ലാണ്ട് ബാധ കൂടിയതോ അല്ലെങ്കിൽ പ്രേതബാധ കൂടിയതോ ഒന്നും അല്ല. നമ്മുടെ ബോഡിയിൽ ബ്രെയിനിന് പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് ശരിയല്ലെങ്കിൽ, അങ്ങനെയാണ് നമുക്ക് അബ്നോർമൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് വരുന്നത് എന്നുള്ളതാണ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവിന്റെ ബേസിക് സാധനം. മനസ്സിലായോ? മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്ത് പറയാനോ ഓക്കെ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു ഒച്ചപാളം ഉണ്ടാവില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ട്രെയിൻ വിട്ടോടെ ഇങ്ങനെ പോകും. പിന്നെ ഇടയ്ക്ക് കയറി ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് ഞാൻ മറന്നു, ഞാൻ ഇങ്ങനെ സ്പീഡിലൊക്കെ പോകും. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങട്ടെ ഞാൻ? യെസ് മാം. അപ്പം സൈക്കോപാത്തോളജിയുടെ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം റോത്ത്മാൻ എന്ന് പറഞ്ഞ അമേരിക്കൻ എപ്പിഡമോളജിസ്റ്റ് പറയുന്ന കോസ്, ഒരു ഡിസോർഡറിന്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് ഇല്ലാണ്ട് ആ ഡിസോർഡർ ഉണ്ടാവുകയില്ല. അതായത് ആ ഒരു കാരണം ഉണ്ടെങ്കിലേ ആ ഒരു ഡിസോർഡർ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് റോത്ത്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ എപ്പിഡമോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് ഇങ്ങനെ നെസസറി കോസ്, സഫിഷ്യന്റ് കോസ്, അതേപോലെ തന്നെ കോൺട്രിബ്യൂട്ടറി കോസ്. അതായത് എന്തായാലും ഈ ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡിസോർഡർ ഉണ്ടാവുള്ളൂ, ഈ ഒരു കാരണം ഉണ്ടെങ്കിൽ കൂടി ആ ഡിസോർഡർ ഉണ്ടാവാൻ സാധ്യത. ഇപ്പം ഇന്നൊരു ഡിസോർഡർ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് പ്രശ്നമായിരിക്കണം, അല്ലെങ്കിൽ പാരന്റിങ് ശരിയല്ലെങ്കിലും ആ ഡിസോർഡർ ഉണ്ടാവാം.
പക്ഷെ പാരന്റിങ് ശരിയല്ലെങ്കിൽ മാത്രമല്ല ശരിക്കും ആ ഡിസോർഡറിന്റെ കോസ് വേറൊരു കാരണമാണ്. പക്ഷെ പാരന്റിങ് ശരിയല്ലാത്തതും കൊണ്ട് കൂടെ ആ ഡിസോർഡർ ഉണ്ടായി. അങ്ങനെയുള്ള പല പല കോസുകളുണ്ട്. അത് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. നെസസറി കോസ്, സഫിഷ്യന്റ് കോസ്, കോൺട്രിബ്യൂട്ടറി കോസ്, അങ്ങനെയുള്ള കുറച്ച് ഡിസ്റ്റൽ കോഷൽ ഫാക്ടർ, അങ്ങനെയുള്ള കുറച്ച് ടേമുകൾ ഉണ്ട്. അത് അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം എക്സാമിന് എഴുതി അത്യാവശ്യം വലിയ എസ്സേ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ഇതിലും നമ്മൾ പല പല അപ്രോച്ചുകളാണ് പഠിക്കുന്നത്. ബയോളജിക്കൽ അപ്രോച്ച് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സൈക്കോ ഡൈനാമിക്, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ബിഹേവിയറൽ, സോഷ്യോ കൾച്ചറൽ അപ്രോച്ച്. ഇങ്ങനെയുള്ള 5 അപ്രോച്ചുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ബയോളജിക്കൽ അപ്രോച്ച് തുടങ്ങട്ടെ. അപ്പം ബയോളജിക്കൽ അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെന്റൽ ഡിസീസ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ നമ്മുടെ ബോഡിയുടെ പ്രശ്നമുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെയോ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെയോ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയോ ബ്രെയിനിന്റെയോ എന്തിന്റെ ഈ ബോഡിയിലുള്ള പ്രശ്നം കൊണ്ടാണ് മെന്റൽ ഡിസീസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ബയോളജിക്കൽ അപ്രോച്ച്. അതായത് ബോഡിയുടെ കാരണം കൊണ്ടാണ് ഉണ്ടാവണതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബോഡി ട്രീറ്റ് ചെയ്താൽ മതി. നമ്മുടെ ബയോളജിക്കലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെന്റൽ ഡിസോർഡേഴ്സ് മാറ്റാം. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ബയോളജിക്കൽ അപ്രോച്ച്. ഓക്കെ, അതിൽ തന്നെ ഇപ്പം നമ്മുടെ ബോഡിയിലുള്ള സാധനമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസും. ഇപ്പം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നോറെപ്പിനെഫ്രിൻ, ഡോപ്പാമൈൻ, സെറോട്ടോണിൻ, ഗ്ലൂട്ടാമേറ്റ്, ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ് അല്ലെങ്കിൽ ഗാബ. ഇപ്പം സ്കീസോഫ്രീനിയ ഉള്ളവർക്ക് ഡോപ്പാമൈൻ കൂടുതലുണ്ടാവും. ഡോപ്പാമൈൻ കൂടുമ്പോഴാണ് ഈ സ്കീസോഫ്രീനിയ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഡോപ്പാമൈൻ കുറയ്ക്കാനുള്ള മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കീസോഫ്രീനിയ കുറയ്ക്കാം. ആ ഒരു സംഭവം കൺസെപ്റ്റ് മനസ്സിലായോ? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കൊണ്ടാണ് അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസോർഡർ കുറയ്ക്കാം. അതേപോലെ തന്നെ ഇപ്പം ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സിനൊക്കെ കാരണമാവുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഹൈ അളവ് വരുന്നതുകൊണ്ടാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നോറെപ്പിനെഫ്രിൻ നമ്മുടെ ബോഡിയിൽ എമർജൻസി സിറ്റുവേഷൻ, ഇപ്പം നമ്മളൊരു പട്ടിയെ കണ്ട് പേടിക്കുക അല്ലെങ്കിൽ പെട്ടെന്നൊരു അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഉണ്ടാവുന്നതാണ് നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ. അതേപോലെ തന്നെ മൂഡ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ആ ഡിസോർഡർക്കൊക്കെ കാരണമാണ് സെറോട്ടോണിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് മൂഡ് ഡിസോർഡേഴ്സും ഡിപ്രഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റോള് മനസ്സിലായോ? ഷിംജിദാദ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആര്യ മാം ആദ്യം പോകുമ്പോൾ ഷിംജിദ ആദ്യം പോകുമ്പോൾ എന്നുള്ള ആ ഒരു ഓട്ടമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. നമ്മുടെ ബോഡി എന്ത് ചെയ്യണം എന്നുള്ളത് മെസ്സേജ്, നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന പോലെ മെസ്സേജ് അയക്കുന്ന സാധനമാണ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് നമ്മുടെ ഹോർമോൺസ്. ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴും നമുക്ക് അബ്നോർമൽ ബിഹേവിയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ജനറ്റിക്കൽ ഫാക്ടേഴ്സും, അതായത് നമ്മുടെ ജീനുകളിലുള്ള അല്ലെങ്കിൽ ക്രോമസോമിലുള്ള അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനോ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് അബ്നോർമൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് മെന്റൽ ഡിസോർഡേഴ്സുകളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊരു കാര്യം പറയാനുള്ളതാണ് ജീനോടൈപ്പും ഫിനോടൈപ്പും. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ജനറ്റിക് ആ ഒരു മേക്കപ്പ്, നമ്മുടെ നമ്മുടെ ജീനുകൾ മൊത്തത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീനുകൾ നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഫീനോടൈപ്പ്. അതായത് ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെ ഹെറിഡിറ്ററി ആയിട്ട് പോരുന്നതാണ്. നമ്മൾ അത് കഴിഞ്ഞ് പതുക്കനെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ ഇന്ററാക്ട് ചെയ്ത് നമുക്ക് ഉണ്ടാവുന്ന ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസം ദാറ്റ് റിസൾട്ട് ഫ്രം ദ ഇന്ററാക്ഷൻ ഓഫ് ജീനോടൈപ്പ്. ജീനോടൈപ്പ് നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മളിൽ ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്കുകളെയാണ് ഫീനോടൈപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ന്യൂറോ ട്രാൻസ്മിറ്റർ പറഞ്ഞു, ഹോർമോൺ പറഞ്ഞു, ജനറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ളതാണ് ടെമ്പറാമെന്റ്. ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറാമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേറ്റ് ആയിട്ടുള്ള
നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ബയോളജിക്കലി നമ്മൾ കാണിക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ആ ഒരു സംഭവമാണ് ടെമ്പറാമെന്റ്. ഓക്കെ, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ഇമോഷണലി എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഷിംജിയുടെ മുഖ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലല്ലോ? മനസ്സിലാവുന്നില്ല? എഴുതാൻ പറ്റാത്തോണ്ടാ. അയ്യോ, സ്പീഡ് കൂടുന്നുണ്ടല്ലേ? അതെ, ഞാൻ ടെക്സ്റ്റില് മാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി കാണിക്കുന്ന ആ ഒരു ബിഹേവിയറൽ ടെൻഡൻസിയാണ് ടെമ്പറാമെന്റ് എന്ന് പറയാം. ടെമ്പറാമെന്റിൽ 5 ഡയമെൻഷൻസ് ഉണ്ട്. അത് ടെക്സ്റ്റിലുണ്ട് കേട്ടോ, പേജ് നമ്പർ 51. ഫിയർഫുൾനെസ്, ഇറിറ്റബിലിറ്റി and frustration, positive effect, activity level and attentional persistence, effortful control. ഇതാണ് 5 ടെമ്പറാമെന്റിന്റെ ഡയമെൻഷൻസ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഫിയർഫുൾനെസ് എന്ന് പറഞ്ഞ ടെമ്പറാമെന്റ് ആണ്. ഓക്കെ മിസ് പിപിടി മാറ്റി. ഓക്കെ. അല്ല, ഇതിൽ ടെമ്പറാമെന്റ് ഇല്ല ഈ പിപിടിയിൽ, അതാണ്. ഇതിൽ ഞാൻ ജനറ്റിക്സും ന്യൂറോ ട്രാൻസ്മിറ്ററും ഹോർമോണൽ ഇൻഫ്ലുവൻസും പറഞ്ഞു. ഓക്കെ, പിന്നെ അത് പിപിടിയിൽ ഇല്ല ടെമ്പറാമെന്റ്. ഓക്കെ, ഇപ്പം ഫിയർഫുൾനെസ് എന്ന് പറഞ്ഞ ടെമ്പറാമെന്റ് ആണ്. എനിക്ക് എല്ലാവരും ഇങ്ങനെ പേടിയാണ്, അല്ലെങ്കിൽ എല്ലാം ചെയ്യാൻ പേടിയാണ്. അപ്പം ഞാൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ പേടിക്കും, പതുക്കെ ഒന്ന് ഉൾവലിയും, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവും. അങ്ങനെ എനിക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവും. ആ ഒരു വേ മനസ്സിലായോ? അതേപോലെ തന്നെയുള്ള ഒരു ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ബ്രെയിൻ ഡിസ്ഫങ്ഷൻ. നമ്മുടെ ബ്രെയിൻ മര്യാദയ്ക്കല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടൽ ലോബ് അങ്ങനെയല്ല, ന്യൂറോൺസ് കൃത്യമായിട്ട് മെസ്സേജ് കൺവേ ചെയ്യുന്നില്ല, സെറിബെല്ലം അല്ലെങ്കിൽ സെറിബ്രം കൃത്യമായിട്ട് ഫംഗ്ഷൻസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലൊക്കെ നമുക്ക് മെന്റൽ ഡിസോർഡേഴ്സ്, നോർമാലിറ്റീസ് ഉണ്ടാവും. അതായത് ബ്രെയിനിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളൊരു പുതിയൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പുതിയ റെസ്പോൺസോ പുതിയൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണോ ഇന്നിരുന്നത് അതിൽ നിന്ന് ആ പാറ്റേൺ മാറാനുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു എങ്ങനെ വേണമെങ്കിലും മാറാൻ കാണിക്കുന്ന ആ ഒരു ടെൻഡൻസി, ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റിയാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, അതായത് മൊത്തം നമ്മുടെ ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താ പറയുന്നത്, നമ്മുടെ ബോഡിലി അല്ലെങ്കിൽ ബയോളജിക്കലി ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. അതിന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയേഴ്സിന് ബയോളജിക്കൽ പരമായിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. അതേപോലെ തന്നെ ബയോ കെമിക്കൽ ഫാക്ടേഴ്സിന് നമ്മുടെ ക്യാരക്ടേഴ്സും ബിഹേവിയേഴ്സും കൺട്രോൾ ചെയ്യാൻ ഒരുപാട് റോൾ ഉണ്ട്. അതേപോലെ തന്നെ ഇത് തന്നെയാണ് നമ്മുടെ മരുന്നുകൾ, ഡ്രഗ്സ്, ഫാർമക്കോതെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസും ഈ ബയോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. ആ ഒരു ബയോ കെമിക്കൽ ഫാക്ടേഴ്സിനെയൊക്കെ മനസ്സിലാക്കുന്നത്, നമ്മുടെ ബിഹേവിയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിഹേവിയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബയോ കെമിക്കൽ ഫാക്ടേഴ്സിനെയൊക്കെ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ മരുന്നും ഡ്രഗ്, മെഡിസിൻ അങ്ങനെയൊക്കെ ഇല്ലേ, അതിന്റെ ബേസ് അതാണ്. ഓക്കെ, സ്പീഡ് ഇത്തിരി കുറഞ്ഞില്ലേ? കുറഞ്ഞില്ലെങ്കിൽ തുറന്ന് പറഞ്ഞോട്ടെ, വിഷയമില്ല. പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സൈക്കോഡൈനാമിക് അപ്രോച്ച്. അത് ഞാൻ സ്പീഡ് പോട്ടോ, അത് എല്ലാവർക്കും അറിയില്ലേ. സൈക്കോഡൈനാമിക് ഫ്രൂയിഡിനൊക്കെ നിങ്ങൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്നതല്ലേ? നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പുള്ളിയുടെ പോലെ അല്ലേ നമുക്ക് ഫ്രൂയിഡ് അല്ലേ? ഷബാന, സഫയൊക്കെ പോയോ? ഫ്രൂയിഡിനെ നിങ്ങൾക്ക് അറിയില്ലേ? ഫ്രൂയിഡിന്റെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് 3 ടൈപ്പ് ഓഫ് നമ്മുടെ മൈൻഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സംഭവം അല്ലേ? തമ്പ് മാത്രമേ ഉള്ളൂ ഷബാന, വീഡിയോ ഓണാക്കുന്നില്ല. ഓക്കെ, അപ്പൊ മൈൻഡിന്റെ 3 ലെവലുകൾ ഏതൊക്കെയാ? കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. അൺകോൺഷ്യസ്ലി ഉള്ള നമ്മുടെ ബ്യൂറി ചെയ്ത് കിടക്കുന്ന തോട്ട്സും നമ്മുടെ കോൺഫ്ലിക്ട്സും ഒക്കെയാണ് നമ്മുടെ അബ്നോർമൽ ബിഹേവിയർസിന് കാരണം എന്നാണ് ഫ്രൂയിഡ് പറയുന്നത്. അതേപോലെ തന്നെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്ലഷറബിൾ, നമുക്കിപ്പം ഒരു കുട്ടിയുടെ അവിടെ ഇരിക്കുന്ന ഫുഡ് കഴിക്കണം, ക്രേവിങ്സ് വരിക, അല്ലെങ്കിൽ അത് തട്ടിപ്പറിക്കണം, അല്ലെങ്കിൽ മരത്തിൽ കയറണം, ഇങ്ങനെയുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള തോട്ടുകളൊക്കെ ഇല്ലേ? പ്ലഷർ, നമ്മുടെ പ്ലഷർ ആണ് അത് മെയിൻ ആയിട്ട്. അല്ലെങ്കിൽ മോറൽ വാല്യൂസോ നമ്മുടെ സാധനങ്ങളോ ഒന്നും ആലോചിക്കുന്നില്ല, പ്ലഷർ അത് അറ്റൈൻ ചെയ്യണം എന്നുള്ളതാണ് ഇഡ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോറൽ വാല്യൂസും നമ്മുടെ സൊസൈറ്റിക്ക് അനുസരിച്ച് ഭയങ്കര മൊറാലിറ്റിയിൽ പോകുന്നതാണ് സൂപ്പർ ഈഗോ. ഇഡിന്റെയും സൂപ്പർ ഈഗോനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈഗോ.
അതായത് റിയാലിറ്റി പ്രിൻസിപ്പിൾ, നമ്മൾ റിയൽ ആയിട്ട് എങ്ങനെ ഇരിക്കണം, ഭയങ്കരമായിട്ട് ചൈൽഡിഷ് ആവരുത്, ഭയങ്കരമായിട്ട് മെച്ചർ മോറലായിട്ടും ചിന്തിക്കാണ്ട് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നാണ് ഈഗോ. ഓക്കെ, ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നിന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കുറെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാം, ഒരു കൊച്ചു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഇങ്ങനെ വരിക, ആ കൊച്ചിന്റെ ഐസ്ക്രീം തട്ടിപ്പറിച്ച് എനിക്ക് കഴിക്കണം. എനിക്കാണെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമായിട്ട് വരിക, ആ കൊച്ചു ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇത് തട്ടിപ്പറിക്കണം എന്നുള്ളതാണ് എന്റെ ഇഡ്. അപ്പൊ എന്റെ ഈഗോ അത് ബാലൻസ് ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ തട്ടിപ്പറിക്കരുത്, അത് അത്ര നല്ലതല്ല, നിനക്ക് വേണമെങ്കിൽ നീ വേറെ വാങ്ങണം, അങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ് എന്റെ ഈഗോ ചെയ്യുന്ന പണി. അപ്പൊ ഇങ്ങനെ ബാലൻസ് ചെയ്യും അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇത് തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റാണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോഴാണ് ആങ്സൈറ്റി ഉണ്ടാവുക, നമുക്ക് ആങ്സൈറ്റി, ഓക്കെ, ടെൻഷൻ. അപ്പൊ ഈ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ അൺകോൺഷ്യസ് നമ്മുടെ ബോഡി ഇറക്കുന്ന സാധനമാണ് ഡിഫൻസ് മെക്കാനിസം. പഠിച്ചിട്ടില്ലേ നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം? ഡിഫൻസ് മെക്കാനിസം എല്ലാം അറിയില്ലേ നിങ്ങൾക്ക്? റിപ്രഷനും റിഗ്രഷനും ഡിനയലും ഡിസ്പ്ലേസ്മെന്റും. അത് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒറ്റ ഒരാൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്കസ് ചെയ്യണോ? എല്ലാവർക്കും അറിയാവുന്നതാണോ ഡിഫൻസ് മെക്കാനിസം? ആണോ? നിങ്ങളാണ് കേട്ടോ എക്സാം എഴുതാൻ പോകുന്നത്. എനിക്ക് ഡിഫൻസ് മെക്കാനിസം അറിയാം, നിങ്ങൾക്ക് അറിയാണ്ടെന്നിട്ട് എക്സാം എഴുതുമ്പോ ഉള്ളതല്ലേ? ഓറൽ സ്റ്റേജും അനാൽ സ്റ്റേജും ഫാലിക് സ്റ്റേജും ലാറ്റൻസിയും ജെനിറ്റൽ സ്റ്റേജും ഒക്കെ അല്ലേ? ആണോ? എനിക്ക് കുറച്ചും കൂടെ അത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും തോന്നുന്നു. അതായത് നമ്മള് ഓറൽ സ്റ്റേജിൽ നമ്മള് തമ്പ് സക്ക് ചെയ്യാനും അല്ലെങ്കിൽ വായയാണ് പ്ലഷർ ഏരിയ, അതിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നോക്കുക. അനാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അനസ് ആണ് നമ്മുടെ പ്ലഷറബിൾ ഏരിയ, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ അവിടുത്തെ നീഡാണ് നോക്കുക. ഫാലിക് എന്ന് പറയുമ്പോൾ ജനീറ്റൽ ഏരിയ, നമ്മുടെ പ്യൂബിക് ഏരിയ ആണ് നമ്മുടെ പ്ലഷറബിൾ ഏരിയ, അതിന്റെ നീഡാണ് നോക്കുക നമ്മൾ. അതേപോലെ തന്നെ അപ്പോഴാണ് നമ്മുടെ ഒഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ലാറ്റൻസിയിൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് ഒരേ ജെൻഡറുള്ള ആൾക്കാരുമായിട്ടും കളിച്ചും കളികളും ഹോംവർക്കും പഠിത്തവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ലിബിഡോ എന്ന് പറഞ്ഞ സാധനം അവിടെ ഉറങ്ങിക്കിടക്കായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഒപ്പമുള്ളവരുടെ ഒപ്പം കളിക്കുക, ഹോംവർക്ക് ചെയ്യുക, ഹോബീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ജെനിറ്റൽ സ്റ്റേജിലാണ് നമ്മൾ ശരിക്കും സെക്ഷൽ ഓറിയന്റേഷനും ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷനും ലവും അങ്ങനെയുള്ള ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെ അപ്പോഴാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പം ഈ ഓരോരോ സ്റ്റേജിലും ഓരോരോ നീഡുകളുണ്ട്, ഓരോരോ പ്ലഷർ ഏരിയകളുണ്ട്. ആ നീഡൊന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡിസോർഡേഴ്സ് ഉണ്ടാവും, അബ്നോർമൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രൂയിഡ് പറയുന്നത്. ഓക്കെ, സ്പീഡ് കൂടിയോ? സത്യത്തിൽ നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഷിംജിത? അല്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും മിണ്ടുന്നില്ല. ഇടയ്ക്ക് എനിക്ക് സഫയും ഷബാനും ഒരു തമ്പിട്ട് പോകുന്നു എന്നല്ലാതെ. പിന്നെ ഒബ്ജക്ട് റിലേഷൻ തിയറി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒബ്ജക്ട് റിലേഷൻ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിനറി ഫ്രണ്ട്, നമ്മൾ കുട്ടികളൊക്കെ ഇമാജിനേഷനിൽ ഇങ്ങനെ അവരുടെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കണൊക്കെ കണ്ടിട്ടില്ലേ? അവരൊരു ഇമാജിനേഷനിൽ അങ്ങനെ ഒരാളുടെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ ഇവര് സ്വന്തമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയ കുട്ടികൾക്ക് ഞാനും വേറെ ഉള്ളൊരു ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഇതൊക്കെ എല്ലാം ഒന്നായിരിക്കും. പക്ഷെ ഒരു കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡിസോർഡർ ഉണ്ടാവും. ഓക്കെ, ഡിസോർഡേഴ്സിലേക്ക് ലഡ് ചെയ്യും. അല്ലെങ്കിൽ അബ്നോർമൽ ആ ഒരു സെപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഡെവലപ്മെന്റ് കൃത്യമായിട്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെയുള്ളതാണ് അറ്റാച്ച്മെന്റ് തിയറി. ബോൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് അവരുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് കൃത്യമായി അവർക്ക് വേണ്ട സമയത്തൊക്കെ അറ്റാച്ച്മെന്റ് കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക്
ചെറുപ്പത്തിൽ നമ്മുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സമയത്തൊക്കെ അവരുടെ അടുത്ത് പാമ്പർ ചെയ്യാൻ ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല. ബാക്കി ചുറ്റുമുള്ള അവരൊരു പുതിയ രോഗത്തേക്ക് വന്നിട്ടില്ല, അപ്പൊ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല ആൾക്കാരോട്, അവർക്ക് ആരോടും ട്രസ്റ്റ് ഉണ്ടാവില്ല, ട്രസ്റ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സും അബ്നോർമൽ ബിഹേവിയേഴ്സും ഇൻസെക്യൂരിറ്റികളും ആരെയും വിശ്വസിക്കാൻ പറ്റാവുകയും ബൗണ്ടറി കീപ്പ് ചെയ്യുകയും പതുക്കെ ഇൻഫീരിയർ ആവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് സൈക്കോ അനലിറ്റിക് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് പെർസ്പെക്റ്റീവിൽ പറയാനുള്ളത്. പിന്നെ ബിഹേവിയറൽ അപ്രോച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഹേവിയറിസം, അതായത് സൈക്കോ അനാലിസിസ് പറയുന്നത് അൺസയന്റിഫിക് ആയിട്ടുള്ള അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അബ്നോർമൽ ബിഹേവിയേഴ്സിന് കാരണമാവുന്നതെന്നാണ് നമ്മുടെ സൈക്കോ അനാലിസിസ് പറയുന്നത്. ഇതിനെതിരായിട്ട് സൈക്കോ അനാലിസിസിന് എതിരായിട്ട് ഒരു സയന്റിഫിക് അപ്രോച്ച് ആയിട്ടാണ് ബിഹേവിയറിസം വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഹേവിയറിസം പറയുന്നത്. ഡയറക്ട്ലി ഒബ്സർവബിൾ ആയിട്ടുള്ള കാണാൻ പറ്റുന്ന ബിഹേവിയേഴ്സ് ആണ് നമ്മുടെ മെഷർ ചെയ്യേണ്ടതും. അതേപോലെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ബിഹേവിയേഴ്സ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണം. അതിനെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യും. ഒരു മിനിറ്റ് കേട്ടോ. നമ്മൾ അങ്ങനെയുള്ളതുകൾ റീഇൻഫോഴ്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ബിഹേവിയേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ബിൽഡ് ചെയ്യാൻ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞില്ലേ, അങ്ങനെ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് പോലെയൊക്കെ തന്നെ നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മളൊരു പട്ടി കടിക്കാൻ വന്നു, ആ ഒരു പട്ടി കടിക്കാൻ വന്നപ്പോൾ നമുക്ക് അന്ന് ഭയങ്കര പേടിയായി. പിന്നെ നമ്മളത് ജനറലൈസ് ചെയ്യാൻ തുടങ്ങി, നമുക്ക് ഏത് ജീവികളെ കണ്ടാലും പേടിയായി. അങ്ങനെ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടീഷനിങ് ജനറലൈസ് ചെയ്ത് നമുക്ക് ഏത് പട്ടിയെ കണ്ടാലും ഏത് ജീവിയെ കണ്ടാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് പേടിയായി, നമ്മൾ അതൊന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. എസ്കേപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് ഒക്കെ പോലെ വരും, ആൻസൈറ്റി വരും, വിറയ്ക്കും, പേടിക്കും, തളർന്നു വീഴും, അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെയുള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെയാണ് കേട്ടോ ഡിസോർഡർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു പട്ടിയെ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നീങ്ങുന്നത് ഒരിക്കലും ഒരു മെന്റൽ ഡിസോർഡർ, ഒരു ഫോബിയോ അല്ല. ഓക്കെ, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊന്നും വരുത്തരുത്. അപ്പൊ അങ്ങനെയുള്ള സാധനമാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ക്ലാസിക്കൽ കണ്ടീഷണർ ഇല്ലേ, പട്ടിയും മണിയൊക്കെ, പട്ടി വരുന്നു, ഫുഡ് കൊടുക്കുന്നു, മണിയടിക്കുന്നു എന്നുള്ള കഥയൊക്കെ അറിയില്ലേ? അതും നമ്മുടെ ഫ്ലൂയിഡിന്റെ പോലെ നമ്മള് അംഗനവാടി പോയപ്പോ തൊട്ട് പഠിച്ചു തുടങ്ങിയ സാധനല്ലേ. ഫുഡ് വരുന്നു, സലൈവ വരുന്നു, മണിയടിക്കുന്നു. പിന്നെയുള്ളതാണ് ഇൻസ്ട്രുമെന്റ് കണ്ടീഷനിങ്, അതായത് സ്കിന്നറിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ്. അതായത് നമുക്ക് ഒരു ബിഹേവിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കുമ്പോൾ റീഇൻഫോഴ്സ് ചെയ്യുക, അതിന് റിവാർഡ് കൊടുക്കുക. ആ ഒരു ബിഹേവിയർ നമ്മൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ റിവാർഡ് റിമൂവ് ചെയ്യുക. പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും, പോസിറ്റീവ് റിവാർഡും നെഗറ്റീവ് റിവാർഡും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി അബ്നോർമൽ ബിഹേവിയേഴ്സ് നമുക്ക് കുറയ്ക്കാനും മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ഇല്ലാണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. അതായത് നമ്മൾ മറ്റുള്ളവരെ കണ്ട് അവരെ മോഡൽ ചെയ്ത് അവരുടെ ബിഹേവിയേഴ്സ് നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കും. വികാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ചിഞ്ചിത് ഇപ്പം ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം കവിത ഒരു കാര്യം ചെയ്യാണ്, ആ കാര്യം ചെയ്യുമ്പോൾ കവിതയുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ മോനോ മോളോ കവിത ആ കാര്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവര് കൈയടിക്കുന്നു അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിവാർഡ് തരുമ്പോൾ മോളോ മോനോ അല്ലെങ്കിൽ സിബ്ലിങ്സോ ആരെങ്കിലും അത് മോഡൽ ചെയ്യാൻ നോക്കും. അത് കാണുമ്പോൾ അമ്മ ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു, റിവാർഡ് ചെയ്തു, അപ്പോൾ അത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ എനിക്കും അങ്ങനെ കിട്ടും, അപ്പോൾ ഞാനത് മോഡൽ ചെയ്യാൻ നോക്കും. അതാണ് വികാരിയസ് ലേണിംഗ്. അതായത് ആ കുട്ടി ഒരിക്കലും അതിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്നില്ല. അത് നോക്കിക്കണ്ട് ആ ഒരു പ്രോസസ്സ്, ആ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് അതിന് റിവാർഡ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ
ബിഹേവിയർ കാണിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് വികാരിയസ് ലേണിംഗ്. നേരെ തിരിച്ചും വരുന്നുണ്ട്. പണിഷ്മെന്റ് കിട്ടുന്നത് കാണുമ്പോൾ ആ ബിഹേവിയർ ചെയ്യാതിരിക്കുക. നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കില്ലേ, എന്താ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോ മറ്റേ റീലിലൊക്കെ കാണില്ലേ, അച്ഛന് ഫുഡ് കൊടുക്കും, അച്ഛൻ വേണ്ടാന്ന് പറയുമ്പോൾ അച്ഛനൊരു ഒറ്റ അടിക്കും. അപ്പൊ കുട്ടി തല്ല് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേഗം ഫുഡ് കഴിക്കുന്ന സാധനം, അതും വികാരിയസ് ലേണിംഗിൽ വരും. അതായത് ഒരു ബിഹേവിയർ ഒബ്സർവ് ചെയ്യാണ്, അത് ആ ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബിഹേവിയർ ചെയ്യാതിരിക്കും. അതും വികാരിയസ് ലേണിംഗിൽ ഉള്ളതാണ്. ഇതാണ് മോഡലിംഗ് ബിഹേവിയർ. അതായത് നമ്മൾ കണ്ട് കോപ്പി ചെയ്ത് അതിൽ ഇൻവോൾവ് ആവാണ്ട് അത് നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കും, അത് മോഡൽ ചെയ്യാൻ നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ ഇതില് ബിഹേവിയറിസത്തിൽ വരുന്ന ബിഹേവിയറിസ്റ്റിക് ആ ഒരു അപ്രോച്ചിൽ വരുന്നതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ഇപ്പൊ നമുക്കൊരു ഫോബിയ ഉണ്ടെങ്കിൽ പതുക്കനെ അതിലേക്ക് എക്സ്പോഷർ ചെയ്ത് ആ ഒരു പേടി മാറ്റുക. അതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ആദ്യം ഇപ്പം ദൂരന്ന് ഒരു 8 കാലിയെ കാണിക്കും, പിന്നെ അതിന്റെ പടം കാണിക്കും, പതുക്കനെ അതിനെ എക്സ്പോസ് ചെയ്ത് പതുക്കനെ ആ ഒരു പേടി നമുക്ക് മാറ്റിയെടുക്കും. അതേപോലെ അവേർഷൻ തെറാപ്പി, ഇപ്പം കള്ളുകൂടി മാറണമെങ്കിൽ കള്ളുകൂടി മാറ്റാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ഫുഡ് കഴിച്ചാലും ഒരു വോമിറ്റ് ചെയ്യാനുള്ള ഒരു മരുന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും അല്ലെങ്കിൽ കള്ളു കുടിച്ചു കഴിയുമ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്യുന്നുണ്ട്, ആ വൊമിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ തളരും, അങ്ങനെയുള്ള. അപ്പം ഇവർ ഈ വൊമിറ്റിങ്ങിനെ അല്ലെങ്കിൽ ഈ ഛർദ്ദിക്കുന്നതിനെ പേടിച്ച് അതിനെ അവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഛർദ്ദിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് വന്നു കഴിഞ്ഞ് പതുക്കനെ ഇവർ കള്ളുകൂടി ഇങ്ങനെ പതുക്കനെ നിർത്തും. അതാണ് അതിന്റെ ബേസിക് ആ ഒരു മെത്തേഡ്. അവേർഷൻ, ആ ചെയ്യുന്ന ഈ ഒരു ബിഹേവിയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ബാഡ് ആയിട്ടുള്ള പൊട്ടായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കാൻ പതുക്കനെ ശ്രമിക്കുക. ആ ബിഹേവിയർ പതുക്കനെ ആ ഒരു ബിഹേവിയറിനോട് നമുക്കൊരു അവേഴ്സീവ് സാധനം ഉണ്ടാക്കും. അതാണ് അവേർഷൻ തെറാപ്പി. അതേപോലെ തന്നെ ടോക്കൺ എക്കണോമി ഇതേപോലെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. നമ്മളൊരു ഒരു കുട്ടിയെ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ പതുക്കനെ ഓരോരോ ആ ഒരു ഗിഫ്റ്റ് നമുക്കിപ്പോ ഒരു ടോക്കൺ പോലെ. ഒരു കുട്ടി നല്ല ഇങ്ങനെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു ഇന്നൊരു ടോക്കൺ തരാം, ഈ ടോക്കൺ ഉപയോഗിച്ച് നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കളിക്കാൻ പോവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളപ്പം TV കാണാം, അങ്ങനെയുള്ള ഒരു സാധനം കൊടുക്കാം. അപ്പം ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോക്കൺ കൊടുക്കുകയാണ് നമ്മൾ. അപ്പൊ ആ കുട്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആ ബിഹേവിയർ നല്ല വൃത്തിക്ക് ഡെവലപ്പ് ചെയ്യും. ടോക്കൺ എക്കണോമി മനസ്സിലായോ? ഒന്നും കൂടി പറയണോ ടോക്കൺ എക്കണോമി? അങ്ങനെ വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ. അപ്പം അങ്ങനെ അതാണ് ബിഹേവിയറൽ അപ്രോച്ച്. അപ്പം ബിഹേവിയറൽ അപ്രോച്ച് മെയിൻ ആയിട്ട് പറയുന്നത്, maladaptive behavior has been understood as either a failure to learn necessary adaptive behavior or learning ineffective or maladaptive response. അതായത് കൃത്യമായിട്ടുള്ള ഒരു അഡാപ്റ്റീവ് ബിഹേവിയർ പഠിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു മാലഡാപ്റ്റീവ് ബിഹേവിയർ കാണിക്കുന്നത്. മാലഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു അഡാപ്റ്റീവ് ബിഹേവിയർ നമുക്ക് പഠിക്കാൻ പറ്റായിക, അല്ലെങ്കിൽ ഒരു മാലഡാപ്റ്റീവ് റെസ്പോൺസ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് ഓർ ലേണിംഗ് ഇൻഎഫക്റ്റീവ് ഓർ മാലഡാപ്റ്റീവ് റെസ്പോൺസ്. അല്ലെങ്കിൽ നമ്മളൊരു മാലഡാപ്റ്റീവ് ബിഹേവിയർ റെസ്പോൺസ് പഠിക്കുക എന്നുള്ളതാണ് ഒരു അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പക്ഷെ ഈ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് മെയിൻ ആയിട്ടും ഒബ്സർവബിൾ ബിഹേവിയർ മാത്രമേ ഇവർ പറയുന്നുള്ളൂ. അപ്പൊ അതായത് ഇതിന്റെ അണ്ടർലൈൻ കോസ്, റൂട്ട് കോസിലേക്ക് ഇവർ ഒരിക്കലും പോകുന്നില്ല. ആ ഒരു സർഫസ് മാത്രമേ ഇവർ കവർ ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെ ഒരു ക്രിറ്റിസിസമാണ്. ഓക്കെ. നെക്സ്റ്റ് അപ്രോച്ചിലേക്ക് പോട്ടെ. ട്രെയിനിന്റെ സ്പീഡ് കുറഞ്ഞോ അതോ പിന്നെയും കൂടിയോ? ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ചെങ്ങല വലിക്കാൻ. സ്പീഡ് കൂടിയോ? കേട്ടില്ല. ഞാൻ പോകുന്ന മെത്തേഡ് ഓക്കെ ആണോ എല്ലാവർക്കും? ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ പഠിപ്പിക്കുകയോ അങ്ങനത്തെ സജഷൻ ഉണ്ടോ? ഞാൻ ഓപ്പൺ ടു ചേഞ്ച് ആണ് കേട്ടോ. ആർക്കും എന്ത് വേണേ പറയാം. ഞാൻ അത് നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയുള്ളൂ. അപ്പം ഞാൻ മാറ്റാൻ ശ്രമിക്കും. ഓക്കെ. സ്പീഡ് ഞാൻ
മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു 1.5 hourനുള്ളിൽ ചാപ്റ്റേഴ്സ് തീർക്കാനുള്ളതിന്റെ ആ ഒരു സ്പീഡിലാണ് ഞാൻ പതുക്കെ പോകാൻ മാക്സിമം ശ്രമിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? വേറെ ഏതെങ്കിലും രീതിയിൽ എടുക്കണം, അല്ലെങ്കിൽ ഇതങ്ങോട്ട് ശരിയാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എടുക്കാം. ഐ ആം വെരി ഫ്ലെക്സിബിൾ. അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ ആൾക്കാർക്ക്? ആർക്കെങ്കിലും? കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമുക്ക് കുറച്ച് ബോറടിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരേ ടോപ്പിക്കിന് കേട്ടോണ്ടിരിക്കുമ്പോ ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളും കൂടി ഇതിൽ ഉൾപ്പെടുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബോറടി മാറി കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ എല്ലാവരും ഉത്തരം പറയണം. ഓക്കെ, ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് അങ്ങനെ പോവാം അല്ലേ? അതെ, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഞാൻ ഇപ്പം ഇന്നത്തെ ക്ലാസ് ക്ഷമിക്കുക, അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ എല്ലാരും നേരത്തെ പിടിച്ച ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് ടൈമിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്, പോർഷൻസ് തീർക്കാനുള്ളതിന്റെ ഒരു റഷിലാണ്. പിന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ വളരെ കുറച്ച് പേരെ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ. അപ്പം പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കും. ഓക്കെ 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 ഓക്കെ, അത് നല്ലൊരു സജഷൻ ആണ്. ഞാൻ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ഇമ്പ്രൂവ് ആവുന്നതാണ്. എല്ലാവരും നേരത്തെ ക്വസ്റ്റ്യൻ ചോദിക്കായി. കോവിഡിന്റെ ഹിസ്റ്ററിയും എന്താ മാത്സിനോടെ തിയറി ഒക്കെ ചോദിക്കാം. ഇമ്പോസിഷൻ തരണം. അതൊക്കെ ഓക്കെയാണ്. ഞങ്ങൾ അങ്ങനെയെങ്കിലും ആക്റ്റീവ് ആവുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മള് കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ചും കൂടിയാണ് ഇതിലുള്ളത്. ആ ഒരു അപ്രോച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. ഓക്കെ, അതായത് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കോഗ്നിറ്റീവ് എന്നുള്ള ഒരു വേർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കവിത തന്നെ പറഞ്ഞോളൂ. കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ പണിതെന്ന് എനിക്ക് കിട്ടിയില്ലേ? അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. പാസ്. ചിന്തിത പറയുമല്ലോ. മെന്റൽ പ്രോസസ്, തോട്ട്, ഡിസിഷൻ മേക്കിംഗ്, അറ്റൻഷൻ, മെമ്മറി, പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ് കോഗ്നിറ്റീവിൽ കൊണ്ടുവരുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി ഇൻവോൾവ്സ് എ സ്റ്റഡി ഓഫ് ബേസിക് മെക്കാനിസം റിലേറ്റഡ് ടു ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ്. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻഫോർമേഷൻസ് ഉള്ളിൽ കയറിയിട്ട് മെമ്മറിയിൽ ഇങ്ങനെ എൻകോഡ് ചെയ്യലും റിട്ടൈൻ ചെയ്യലും അങ്ങനത്തെ തിരിച്ചെടുക്കലൊക്കെ ഇല്ലേ? മെമ്മറി, അറ്റൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിലാണ് കോഗ്നിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ തിങ്കിങ് പാറ്റേണിനെ ഫോക്കസ് ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച്. അതായത് നമ്മുടെ ബിഹേവിയർ നമ്മുടെ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിരിക്കുന്നു. തിങ്കിങ്ങിനെ നോക്കിക്കഴിഞ്ഞാൽ, അതിനെ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. How thoughts and information processing can get distorted and led to maladaptive behavior and emotion. അതായത് നമ്മുടെ അബ്നോർമൽ ബിഹേവിയർ കൊണ്ടും ഇമോഷനും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ തിങ്കിങ് പാറ്റേൺ, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെ അതിന് കാരണമാകുന്നു, എങ്ങനെ നമ്മുടെ ബിഹേവിയറിനെ ഡിസോർട്ട് ചെയ്യുന്നു, എങ്ങനെ അബ്നോർമൽ ബിഹേവിയറിലേക്ക് ലെഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പറയുന്നത്. ആരോൺ ബെക്ക് എന്ന് പറയുന്ന ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്. കൂടുതലും കോഗ്നിറ്റീവ് ബിഹേവിയറൽ വ്യൂവില് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുള്ളത് പുള്ളിയാണ്. ഓക്കെ, സ്കീമ എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ടോ? സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ? മെന്റൽ ഫ്രെയിംവർക്ക്. മെന്റൽ ഇമാജിനേഷൻ. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇമാജിനേഷൻ. ഇപ്പം സ്കൂള് എന്ന് പറഞ്ഞ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമും ഒരു ബെഞ്ചും ഡെസ്കും ബോർഡും ടീച്ചറും ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ വരുന്നില്ലേ? നമ്മൾ ഒരു സാധനത്തിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്റേണൽ മെന്റൽ റെപ്രസെന്റേഷനെയാണ് സ്കീമ എന്ന് പറയും. അപ്പം പലതരം സ്കീമകൾ കൊണ്ട് നമുക്ക് അബ്നോർമൽ ബിഹേവിയേഴ്സ് വരാം. നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റായ സ്കീമകൾ കൊണ്ട് നമുക്ക് അബ്നോർമൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് കോസിംഗ് ഡിസ്ട്രസ് ആർ ഐഡന്റിഫൈഡ്. ഇതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാം?
നമ്മളിപ്പം ഞാൻ തെറ്റായ ഒരു സ്കീം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ തിങ്കിങ് പാറ്റേൺ ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മെമ്മറിയിലുള്ള അല്ലെങ്കിൽ ട്രോമ കൊണ്ടോ ഏതെങ്കിലും സ്ട്രെസ് കൊണ്ടോ ഒക്കെ എൻ്റെ മെമ്മറിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഡിസ്ട്രസ്സും മാലഡാപ്റ്റീവ് ബിഹേവിയർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കി ഇത് മാറ്റി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ബിഹേവിയർ മാറ്റിക്കൂടെ? അവിടെയാണ് തെറാപ്പിസ്റ്റുകൾ ഇത് ഇപ്പം എൻ്റെ തോട്ടോ ബിഹേവിയേഴ്സോ തിങ്കിങ് പാറ്റേണോ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് തെറാപ്പിസ്റ്റുകൾ ഇത് ചേഞ്ച് ചെയ്യാൻ, എൻ്റെ തോട്ട് പ്രോസസ്സ്, എൻ്റെ തിങ്കിങ് പാറ്റേൺ, എൻ്റെ സ്കീമയിൽ മാറ്റം വരുത്താനാണ് തെറാപ്പിസ്റ്റുകൾ ട്രൈ ചെയ്യുക. അങ്ങനെയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ അപ്രോച്ച് വഴി CBT അങ്ങനത്തെ തെറാപ്പികളൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ഒക്കെ അപ്രോച്ച് വഴി അബ്നോർമൽ ബിഹേവിയേഴ്സ് മാറ്റിയെടുക്കുക. അതായത് സാധാരണ ഒരു ഇവന്റ് നടക്കുന്നു, അതിന് ഞാനൊരു ഇമോഷൻ ഇടുന്നു. അതായത് ഇപ്പം ഒരാൾ മരിച്ചു കിടക്കുന്ന കാണുന്നു, ഞാൻ ഇമോഷൻ ഇടുന്നു. കോഗ്നിറ്റീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവന്റ് ഞാൻ കാണുന്നു, എൻ്റെ തിങ്കിങ് പാറ്റേണിനെ ഞാൻ പ്രോസസ്സ് ചെയ്യുന്നു. ഞാൻ എന്തിനാണ് കരയേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഇമോഷനാണ് കൊടുക്കേണ്ടത്, എൻ്റെ തിങ്കിങ്ങിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു, എന്നിട്ട് ഞാൻ ഇമോഷൻ ഇടുന്നു. അതാണ് കോഗ്നിറ്റീവ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ എൻ്റെ തിങ്കിങ് പാറ്റേണുകളൊക്കെ മാറ്റണം, എൻ്റെ കോഗ്നിഷൻ മാറ്റണം. അതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന രീതി ശരിയല്ല, പെർസെപ്ഷൻ ശരിയല്ല, എൻ്റെ സ്കീമുകൾ ശരിയല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് വീണ്ടും ഒരു വേറൊരു ഫോം റീസ്ട്രക്ചർ ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. ഓക്കെ, അതാണ് തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുക, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യുക. എൻ്റെ തിങ്കിങ്ങിൽ പ്രശ്നമുണ്ട്, കോഗ്നിഷനിൽ ഡിസോഷൻ ഉണ്ട്, എൻ്റെ ഞാൻ ചിന്തിക്കുന്ന തിങ്കിങ് പാറ്റേണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ല, അതാണ് കോഗ്നിറ്റീവ് ഡിസോഷൻ. അങ്ങനെ ഒരു എൻ്റെ തിങ്കിങ് പാറ്റേൺ ശരിയല്ല, ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ല, ഞാൻ നോക്കിക്കാണുന്നത് ശരിയല്ല എന്നുള്ളത് തെറാപ്പിസ്റ്റുകൾ മനസ്സിലാക്കി അതിനെ മാറ്റി റീസ്ട്രക്ചർ ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു എംപിരിക്കൽ സപ്പോർട്ട്, സോളിഡ് എംപിരിക്കൽ സപ്പോർട്ട്, അതായത് കൃത്യമായി തെളിവുകളുള്ള ഒരു അപ്രോച്ചാണ് കോഗ്നിറ്റീവ് അപ്രോച്ച്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, പല പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ഫോബിയ, ഇതിനൊക്കെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിന്റെ ഒക്കെ ബേസ് എവിടെ കിടക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മുടെ തിങ്കിങ് പാറ്റേൺ, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും നമ്മളെ ഡിസ്ട്രസ് ചെയ്യുന്നതും ഡിസ്ട്രാക്ട് ചെയ്യുന്നതും നമ്മളുടെ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ഒക്കെ അതിന്റെ ബേസിക് നമ്മൾ തിങ്ക് ചെയ്യുന്നതിന്റെ ബേസിലാണ്. അപ്പം അത് ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ അബ്നോർമൽ ബിഹേവിയർ ശരിയാവില്ലേ, മാലഡാപ്റ്റീവ് ബിഹേവിയർ ശരിയാവില്ലേ? അവിടെയാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ചിന്റെ ബേസ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഓവറോൾ ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സെക്കൻഡ് ചാപ്റ്റർ കവർ ചെയ്തതൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ PPT കാണിക്കാം. നമ്മൾ 4 മെയിൻ പെർസ്പെക്റ്റീവുകൾ, അപ്രോച്ചുകളാണ് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഓവറോൾ ആ ചാപ്റ്റർ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഉള്ളിലുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടും പറയണ്ട, ജസ്റ്റ് ഏതൊക്കെ അപ്രോച്ചുകളിലൂടെ പോയി ഉള്ള കാര്യങ്ങൾ മാത്രം. ആരും പറഞ്ഞില്ലെങ്കിൽ അക്ഷമയായി ഷിംജിത വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ ഷിംജിത പറയുന്നതാണ്. ബയോളജിക്കൽ അപ്രോച്ച്, കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ച്, സൈക്കോഡൈനാമിക്, നമ്മുടെ ഫ്ലൂയിഡ് ചേട്ടൻ മറക്കല്ലേ, സൈക്കോഡൈനാമിക്. അതേപോലെ തന്നെ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് നമ്മൾ പറഞ്ഞു, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പാരന്റ് കണ്ടീഷനിങ്ങും ഒബ്സർവേഷൻ ലേണിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ബിഹേവിയറൽ അപ്രോച്ച് പറഞ്ഞു. പിന്നെ സൈക്കോഡൈനാമിക് നമുക്ക് ഏത് തരത്തിൽ ചോദിച്ചാലും കിട്ടുന്നുള്ള ഒരു സാധനല്ലേ. ഫ്രൂയിഡും ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും സൈക്കോസെക്ഷൽ 5 സ്റ്റേജസും ഡിഫൻസ് മെക്കാനിസവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആവും, അതേപോലെ തന്നെ സ്പീഡ് കുറയ്ക്കും. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ചാപ്റ്റേഴ്സിന്റെയും ജസ്റ്റ് ഒരു ബ്രീഫ് ലെക്ചർ നോട്ട് നിങ്ങളുണ്ട്. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണ്ട,
ജസ്റ്റ് ഒരു ബ്രീഫ് ലെക്ചർ നോട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഒരു ഡൺ എന്നുള്ളൊരു മെസ്സേജ് ഇട്ടാൽ അടിപൊളിയാവും. ഓക്കെ മാം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു, ഹിസ്റ്ററി ടൈം ലൈൻ ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം എന്തുണ്ടായി പിന്നെ എന്തുണ്ടായി എന്നുള്ള കാര്യം. ഇഗ്നോയുടെ ടെക്സ്റ്റിലുള്ള എല്ലാം ഒന്നും എഴുതണ്ട, അത്ര ഡീപ്പായിട്ടൊന്നും പോകണ്ട, അത് മൊത്തത്തിലൊന്നും പോകണ്ട. ജസ്റ്റ് ഞാൻ പറഞ്ഞ ആ ബ്രീഫ് പോയിന്റുകൾ മാത്രം ഓർഡർ ആക്കിയാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ചാറ് പറ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓക്കെ. അപ്പം എല്ലാവരും ലീവ് ചെയ്തോളൂ. ബൈ. ഓക്കെ, താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.